സൂറത്തുൽ കഹ്ഫ് 26-ാം ഭാഗം. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. صلى الله عليك يا سيدي يا رسول الله. صلى الله عليك يا سيدي يا حبيب الله. صلى الله عليك يا سيدي يا خير خلق الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, നമുക്കിന്ന് വിശിഷ്ട അതിഥിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുനീർ ഹുദവി വിളയിൽ. അദ്ദേഹം ഇൻഷാ അല്ലാഹ് നമ്മളുമായി പരിചയപ്പെടുന്നുണ്ട്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും നമ്മൾ ഓർക്കുന്നതും മറന്നുപോയതുമായ എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളുടെ രോഗികൾക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത രോഗികൾക്കൊക്കെ അള്ളാഹു വളരെ പെട്ടെന്ന് ശിഫ നൽകട്ടെ. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന്, ലോക മുസ്ലിം സമൂഹത്തിന്, വിശിഷ്യ മുസ്ലിം രാജ്യങ്ങളിൽ ഉള്ളവർക്കൊക്കെയും മനസ്സമാധാനവും സുരക്ഷയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലമത്രയും നന്മ ചെയ്ത് ജീവിക്കാനും മരണം അള്ളാഹു വിധിക്കുന്ന സമയം ഒരു നല്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹുലേക്ക് പോകാനുമുള്ള ഒരു അനുഗ്രഹം നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മശ്റായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
മനുഷ്യരുടെ കർമ്മങ്ങളുടെ റെക്കോർഡ്, അതിൻ്റെ രേഖകൾ കൈമാറുന്ന ഭാഗമാണ് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ചർച്ച ചെയ്തു വെച്ചത്. وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة. മനുഷ്യനെ സൃഷ്ടിപ്പ് നടത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മുഴുവനും ജിന്നുകളെയും ജീവജാലങ്ങളെ അടക്കം മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ബൽ സഅംതും അല്ലൻ നജ്അല ലക്കും മൗഇദ. അവിശ്വാസികളോടാണ് അവിടെ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ വാദിക്കുകയുണ്ടായി, സഅം ചെയ്തു. ഒരാൾക്ക് വാദിക്കാം, ഒരാൾക്ക് അവനവന്റെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയാം. ഈ ലോകം അതിനൊക്കെ അല്ലാഹു തആല തടസ്സം നിൽക്കൂല. കാരണം ഇത് ആലമുൻ ഫീഹിൽ അമലു വലാ ഹിസാബ്, കർമ്മമുണ്ട് എന്നാൽ വിചാരണ പരലോകത്താണ്. അങ്ങനത്തെ ഒരു ലോകമാണിത്. അതുകൊണ്ട് വിചാരണയില്ലാത്തത് കൊണ്ട് നിങ്ങൾ വാദിച്ചു, നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിച്ചു. എന്താ നിങ്ങൾ വാദിച്ചത്? അല്ലൻ നജ്അല ലക്കും മൗഇദ, ഇനി ഒരിക്കലൂടെ അല്ലാഹുമായി നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ വാദിച്ചു. മരണാനന്തരം ഒരു ജീവിതം ഇല്ല എന്ന് നിങ്ങൾ വാദിക്കുകയുണ്ടായി. എന്നാൽ അതിവിടെ സംഭവിച്ചിരിക്കുകയാണല്ലോ എന്ന് അല്ലാഹു നാളെ പരലോകത്തത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമയം. അല്ലാഹുവേ, ആ പരലോകത്തിന്റെ വിചാരണ ഞങ്ങൾക്കൊക്കെ നീ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. വവുദിഅൽ കിതാബ്, ഗ്രന്ഥം അവിടെ സമർപ്പിക്കപ്പെടുന്നു. ആ കിതാബ് മനുഷ്യരുടെ അഅമാലുകളാണ്, മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ കിതാബാണ്. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീൻ മിമ്മാ ഫീഹി. ആ ഗ്രന്ഥത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളോർത്ത് തിന്മ ചെയ്ത ആളുകൾ, ക്രിമിനലുകളായ ആളുകൾ, പാപം ചെയ്ത് മാത്രം ജീവിച്ചവർ മുഷ്ഫിഖീൻ, പേടിച്ച് ഭയപ്പെട്ടതായി കാണാൻ കഴിയും നബിയെ. വയഖൂലൂൻ, അവരൊക്കെ പറയും, യാ വൈലതന, ഞങ്ങളുടെ നാശമേ, മാ ലിഹാദൽ കിതാബ്, എന്താണ് ഈ ഗ്രന്ഥത്തിന് പറ്റിയത്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഏത് ചെറുതും വലുതും വളരെ കൃത്യമായും കണിശമായും അവിടെ രേഖപ്പെട്ട് കിടക്കുകയാണല്ലോ. എന്തൊരു കിതാബാണിത് എന്ന് പറഞ്ഞ് നാശമേ എന്നവർ വിളിച്ചു പറയും. വവജദൂ മാ അമിലു ഹാദിറ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അവർക്ക് മുമ്പിൽ ഹാജരാക്കപ്പെടുക മാത്രമാണ് ഉണ്ടായത്. വലാ യദ്ലിമു റബ്ബുക അഹദ, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു ആരെയും ആക്രമിക്കുകയില്ല നബിയെ. സത്യത്തിൽ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലമാണ് അല്ലാഹു നാളെ പരലോകത്ത് നൽകുന്നത്. ഈ ആയത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിവരണം നൽകിയത് നമ്മൾ സൂചിപ്പിച്ചു. മഹാനവറുകൾ പറയാണ്, മനുഷ്യൻ പറയേണ്ടത് എന്റെ നാശമേ, ഈ ചെറുതും വലുതുമായ തെറ്റ് ഞാൻ ചെയ്തതാണല്ലോ എന്ന് പറയേണ്ടതിന് പകരം എന്റെ നാശമേ, ഇതൊക്കെ ഇവിടെ എഴുതവെക്കപ്പെട്ട് കിടക്കുകയാണല്ലോ എന്നാ പറഞ്ഞത്. അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചതിനെയാണ് മനുഷ്യൻ അവിടെ ആക്ഷേപിക്കുന്നത്. ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്നാണ് അവിടെ പറയേണ്ടിയിരുന്നത്. പക്ഷെ അപ്പോഴും അല്ലാഹുവിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. മാ ലിഹാദൽ കിതാബ്, എന്താണ് ഈ കിതാബിന്റെ അവസ്ഥ? എന്റെ നാശമേ, എന്താണ് ഇതൊക്കെ രേഖപ്പെട്ട് കിടക്കെ? ഒരു മനുഷ്യൻ ഒരു തിന്മയിൽ, ഒരു ഷോപ്പിൽ കളവ് നടന്നു, പിടിക്കപ്പെടുന്നു. പടച്ചോനെ, എന്തൊരു കഷ്ടക്കാരൻ, ഈ CCTV ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നോ എന്നൊക്കെ ഒരാൾ പറഞ്ഞ എന്താണ് അതിന്റെ മൗഢ്യം? അതുപോലെയാണ് ഈ വാക്ക്. ഞാൻ ചെയ്തത് തെറ്റായി, അതിനൊരു അപ്പോളജി, ഒരു ക്ഷമാപണം അല്ല അവിടെ പറയുന്നത്. മനുഷ്യൻ എപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരു കിതാബ്? ചെറുതും വലുതും ഒന്നും ബാക്കി വെക്കാതെ എല്ലാം രേഖപ്പെട്ട് കിടക്കുന്നു. തതായുർ സുഹഫ് എന്നാണ് അതിനെ സംബന്ധിച്ച്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച പദപ്രയോഗം. നമ്മുടെ മുമ്പിലേക്ക് കിതാബുകൾ പറന്നു വരികയാണ്. ഓരോരുത്തരുടെ കയ്യിലേക്ക്, ചിലർക്ക് വലത് കയ്യിൽ, ചില ആളുകൾക്ക് ഇടത് കയ്യിൽ, ചിലർക്ക് പിൻവശത്തുകൂടെ, പിൻഭാഗത്തുകൂടെ കിതാബ് ലഭിക്കുന്ന ആളുകൾ നരകമർഹിക്കുന്ന ആളുകളായിരിക്കും. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത് പിന്നിലൂടെ ഇങ്ങനെ എടുക്കുകയാണോ, ശരീരത്തിനുള്ളിലൂടെ തുളച്ചിട്ട് കയറി ബാക്കിൽ നിന്ന് കിതാബ് എടുക്കുക എന്നൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം മനുഷ്യൻ എപ്പോഴും തെളിവ് ചോദിക്കുന്ന ആളാണ്. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അല്ലാഹു തആല ഒരാൾക്ക് നിങ്ങൾക്കൊക്കെ സ്വർഗം, നിങ്ങൾക്കൊക്കെ നരകം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് നരകം, എന്തുകൊണ്ട് ഞാനത് അർഹിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു അവകാശം എനിക്കുണ്ടല്ലോ എന്ന് സ്വാഭാവികമായും മനുഷ്യൻ ചിന്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരമമായ അദിൽ, അവൻ സൃഷ്ടിച്ച സൃഷ്ടികളെ മുഴുവനും നരകത്തിലേക്ക് അയച്ചാലും അള്ളാഹുവിനോടാരും പരാതി പറയാൻ പോകുന്നില്ല. ഹുവ ഖൽഖുഹും, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അവൻ ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷേ വമാ റബ്ബുക ബിദ്ദല്ലാമിൽ ലിൽ അബീദ്, അല്ലാഹു തആല അല്പം പോലും ദുൽമ് ചെയ്യുന്നവനല്ല. ആ ദുൽമിനെ നഫി ചെയ്തതാണ് അവിടെ മുബാലഗ എന്ന് പറയും. ഒരുപാട് ആക്രമിക്കുന്നവൻ അങ്ങനെയല്ല, അല്ലാഹു ആക്രമിക്കുന്നവൻ ഒട്ടുമേ അല്ല. ആ മുബാലഗത്തിൻ നഫിയിലേക്കാണ് പോകുന്നത്. വമാ റബ്ബുക ബിദ്ദല്ലാമിൽ ലിൽ അബീദ്, അല്ലാഹു ഒട്ടുമേ ഒരിക്കലും ഒരൽപ്പം പോലും ആരെയോടും അല്ലാഹു അന്യായം ചെയ്യുന്നവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിന്റെ ഭയാനകതയിൽ അവൻ രക്ഷപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവിടെ സാക്ഷി പറയുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഒരുപാട് ആളുകൾ അവിടെ സാക്ഷി പറയും, അല്ലേ? ജീവജാലങ്ങൾ സാക്ഷി പറയും, മനുഷ്യ ശരീരം സാക്ഷി പറയും, നമ്മുടെ അവയവങ്ങൾ ദിവസവും പകലും അവിടെ സാക്ഷി പറയും. ഈ ഉമ്മത്തിന്റെ ഇമാമുമാർ സാക്ഷി പറയും, മുത്തഖീങ്ങൾ സാക്ഷി പറയും, ഭൂമി സാക്ഷി പറയും, ഓരോ നബിയും അവരുടെ ഉമ്മത്തികൾക്ക് വേണ്ടി സാക്ഷി പറയും. അതിൻ്റെയൊക്കെ മീതെ അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹു ഷഹീദുൻ അലൈക്കും, അല്ലാഹു നിങ്ങളുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. اقرأ كتابك, അല്ലാഹു തആല പറയും, വായിക്കുക നിന്റെ കിതാബ്. കഫാ ബിനഫ്സികൽ യൗമ ഹസീബ, നിന്റെ ശരീരത്തെ വിചാരണ ചെയ്യാൻ നീ തന്നെ ധാരാളമല്ലോ, നിനക്കറിയാമല്ലോ നീ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന്. يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, അല്ലാഹു എല്ലാവർക്കും പുനരുദ്ധാരണം നൽകുന്ന ദിവസം. ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ ചെയ്ത അമലുകൾ അല്ലാഹു ഓരോന്നോരോന്നായി അല്ലാഹു അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അഹ്സാഹുല്ലാഹ്, അല്ലാഹു അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. വനസൂ, അവരത് മറന്നു. നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മൾ വളരെ പെട്ടെന്ന് മറന്നു പോവുകയാണ്, പക്ഷെ അല്ലാഹു അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ ഒരു ദിവസം വലത് കയ്യിൽ കിതാബ് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പരിശ്രമങ്ങളൊക്കെ. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. ആ കിതാബ് ലഭിച്ചവർ പറയും, ഹാ ഉഖറഉ കിതാബിയ, എന്റെ കിതാബ് ഇതാ ഒന്ന് വായിച്ചു നോക്കൂ. നല്ല റിസൾട്ട് കിട്ടിയാൽ പറയില്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയിച്ചു കൊടുക്കൂലേ. തോറ്റാ പിന്നെ ആരും പറയാറില്ല, ചോദിച്ചാലേ പറയുള്ളൂ. എന്റെ കിതാബിത നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ ഉണ്ട് എന്ന് ഞാൻ ശരിക്കും ബോധിച്ചിരുന്ന ആളായിരുന്നു. ഫഹുവ ഫീ ഈശത്തിർ റാദിയ, സന്തുഷ്ടമായ ഒരു ജീവിതത്തിലായിരിക്കും അവര്. ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ, സ്വർഗ്ഗത്തിന്റെ വിവരണങ്ങൾ അല്ലാഹു നൽകുകയാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ട് ആടുകൾ ഇങ്ങനെ കുത്തുകൂടുമ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, അതദ്രി ഫീമ തൻതതിഹാൻ, അബൂദർറേ ഈ
ആടുകൾ ഇങ്ങനെ കുത്തുകൂടാനുള്ള വിഷയം എന്താ നിങ്ങൾക്കറിയുമോ? ആടുകൾ കുത്തു, അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാവുമല്ലോ. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കറിയോ? എന്തിനാണ് ഈ കുത്തുകൂടുന്നത് നിങ്ങൾക്കറിയോ? ലാ യാ റസൂലല്ലാഹ്, നബിയേ എനിക്കറിയില്ല. എന്താണ് അവരുടെ വിഷയം എന്നല്ല. അവർക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും, വല്ല വാട്സപ്പ് യുദ്ധങ്ങളോ ഫേസ്ബുക്ക് യുദ്ധങ്ങൾ, ഓൺലൈൻ യുദ്ധങ്ങൾ, അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നബിയെ എനിക്കറിയില്ല. ലാ യാ റസൂലല്ലാഹ്, എനിക്കറിയില്ല നബിയെ. ഖാല അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാകിന്നല്ലാഹ യദ്രി, എന്നാൽ അല്ലാഹുവിനറിയാം എന്തിനാണ് ഇവർ കുത്തുകൂടുന്നതെന്ന്. വയഖ്ളി ബൈനഹുമാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്കിടയിൽ അല്ലാഹു വിധി പറയുകയും ചെയ്യും എന്ന് അബൂ ദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്യായമായി ചെയ്തതാണെങ്കിൽ അതിനുള്ള നീതി പോലും അല്ലാഹു തആല അവർക്ക് നടപ്പാക്കി കൊടുക്കും. അപ്പോ മിണ്ടാപ്രാണികളായ ഈ ജീവജാലങ്ങളിൽ പോലും അല്ലാഹു അവന്റെ അദിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്നർത്ഥം. അതിൽ അങ്ങേയറ്റം അല്ലാഹുവിന് ഇഷ്ടമുള്ളൊരു സ്വഭാവമാണ്. لتؤدن الحقوق إلى أهلها لتؤدن الحقوق إلى أهلها يوم القيامة. അന്ത്യനാളിലേക്ക് വരുമ്പോൾ ഓരോരുത്തരും എന്തെല്ലാം അന്യായങ്ങൾ ആരോടൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും പരലോകത്തെത്തുമ്പോൾ. حتى يقاد للشاة الجلحاء من الشاة القرناء. കൊമ്പില്ലാതിരുന്ന ആടിന് കൊമ്പുണ്ടായിരുന്ന ആടിൽ നിന്നും പ്രതികാരം എടുത്തുകൊണ്ടുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഓരോരുത്തരുടെയും അവകാശങ്ങൾ തിരിച്ചേൽപ്പിക്കുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ. അതാണ് ഖിയാമത്ത് നാൾ. يوم يجمع الله الرسل فيقول ماذا أجبتم قالوا لا علم لنا إنك أنت علام الغيوب. يوم يجمع الله الرسل, അല്ലാഹു പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ഫയഖൂൽ, അല്ലാഹു പറയും, മാദാ ഉജിബ്തും, നിങ്ങളോട് എന്ത് ഉത്തരമാണ് നൽകപ്പെട്ടത്? ഖാലൂ ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. ഓരോരുത്തരും എന്തൊക്കെ മറുപടിയാണ് റബ്ബേ നിന്റെ നിയമങ്ങളോട് കാണിച്ചതെന്ന് നിനക്കല്ലേ അറിയുകയുള്ളൂ. അല്ലാഹുവേ നിനക്കല്ലേ അറിയുകയുള്ളൂ. പടച്ചോനെ നീയാണ് വിധി കൽപ്പിക്കുന്നവൻ, നീയാണ് വിധി കൽപ്പിക്കുന്നവൻ. നിങ്ങൾക്കറിയില്ല, ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ സ്വീകരിക്കേണ്ടതും തള്ളിക്കളയേണ്ടതും ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അങ്ങനെയാണല്ലോ മനസ്സിലാക്കുക. ഒരു നബിയെ കൊണ്ടുവരും പരലോകത്ത്. ഖിയാമത്ത് നാളിൽ ഒരു പ്രവാചകൻ വരുന്നു. ആ നബിയുടെ കൂടെ വരുന്നത് ഒരാളായിരിക്കും. ചില നബിമാര് വരുമ്പോൾ രണ്ടാളുകളെ ഉണ്ടാകൂ, രണ്ടാളുകൾ. ചില നബിമാര് വരുമ്പോ മൂന്നാള്. ഉമ്മത്താണത്, ചില നബിമാരുടെ ഉമ്മത്തികൾ. ഒരാള്, രണ്ടാള്, മൂന്നാളൊക്കെ. നബിയോട് ചോദിക്കും, നിങ്ങളുടെ ഖൗമിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഉണ്ട് റബ്ബേ. സമൂഹത്തെ വിളിക്കും, നിങ്ങൾക്ക് ഈ പ്രവാചകൻ കാര്യം പറഞ്ഞു തന്നോ? അവര് പറഞ്ഞു ലാ, പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ നബിയോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നതിന് നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയാൻ ആരുണ്ട്? മുഹമ്മദുൻ വ ഉമ്മത്തുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുയായികളും എനിക്ക് അനുകൂലമായി സാക്ഷി പറയും. ഇവിടെ ഫതുദുആ ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഉമ്മത്തികളെ കൊണ്ടുവരും അവിടെ. എന്നിട്ട് ചോദിക്കും നൂഹ് നബിയുടെ ആളുകളോട്, ഹൂദ് നബിയുടെ ആളുകളോട്, സ്വാലിഹ് നബിയുടെ ആളുകളോട്, അവർ പ്രവാചകൻ അവർക്ക് നന്മ എത്തിച്ചില്ല എന്ന് പറയുമ്പോ എത്തിച്ചു കൊടുത്തു എന്ന് സാക്ഷി പറയുന്നത് ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഞങ്ങളുടെ ഉമ്മത്തികളാണ്. അതിലൊക്കെ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അപ്പോ അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾക്കതെങ്ങനെ അറിയാം? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിൽ പ്രവാചകന്മാർ ചെയ്ത ദൗത്യം അവർ ചെയ്തു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അഖ്ബറനാ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക്, ഞങ്ങളുടെ പ്രവാചകർ അന്നർ റസൂല ഖദ് ബല്ലഗു ഫസദ്ദഖനാ, ഞങ്ങളുടെ നബി തങ്ങൾ പറഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകന്മാരൊക്കെ അവരവരുടെ സമുദായത്തോട് നന്മ എത്തിച്ചു കൊടുത്തവരാണ് എന്ന് ഞങ്ങളുടെ നബി ഞങ്ങളോട് പറഞ്ഞു തന്നു, ഞങ്ങളത് വിശ്വസിച്ചവരാണ്. വകദാലിക ജഅൽനാകും
ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന അർ-റസൂലു അലൈക്കും ഷഹീദാ. അതുകൊണ്ടാണ് നമ്മൾ മധ്യമ സമുദായമാണ് എന്ന് പറയാൻ കാരണം. മധ്യമ സമുദായമാണ്. സൂറത്തുൽ ബഖറയിലെ മധ്യത്തിലുള്ള ആയത്താണത്. സൂറത്തുൽ ബഖറയിൽ എത്ര ആയത്തുള്ളത്? 283 പറഞ്ഞ എത്ര? 86 അല്ലേ? 286. അതിന്റെ പകുതി എത്രയായിരിക്കും? 143. 143-ാമത്തെ ആയത്തിലാണ് ഈ അല്ലാഹു തന്റെ പരാമർശമുള്ളത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. അല്ലാഹു നിങ്ങളെ മധ്യമ സമുദായമാക്കി. വസതാ, മധ്യം എന്ന് പറഞ്ഞത് ഈ സൂറത്തിന്റെ മധ്യത്തിലാണ്. അത് ഖുർആനിന്റെ വാക്കുകളിൽ വരുന്ന ഒരു അത്ഭുതങ്ങളുടെ ഭാഗമാണ്. ഇഅ്ജാസുൽ ലഫ്ളി ഫിൽ ഖുർആൻ വൽ മഅനവി. ആശയപരമായും വാക്കുകളിലും ഖുർആന്റെ ചില അത്ഭുതങ്ങളുണ്ട്. കാരണം അന്നൊന്നും ആയത്തിന് അക്കട്ടിട്ടില്ലല്ലോ നബി തങ്ങളുടെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രാമത്തെ സൂറത്തിൽ ഇത്രാമത്തെ ആയത്ത് അങ്ങനെയൊന്നും പറയില്ല. ഖൗലുഹു തആല, അല്ലാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും. പിന്നീടാണ് തർക്കീമുണ്ടായത്. ആഴ്ചകൾക്ക് അക്കമിടലുന്ന പരിപാടിയൊക്കെ ഉണ്ടായത് നബി തങ്ങളുടെ ശേഷമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, ഖുർആൻ വാമൊഴിയാണ്, എഴുതി വെച്ചതല്ല. എങ്ങനെയാണ്? മലക്ക് നബി തങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ചൊല്ലിക്കൊടുക്കുകയാണ്. സൂറത്തുൽ ബഖറ തന്നെ ഇറങ്ങാൻ 10 കൊല്ലം എടുത്തിട്ടുണ്ട്. 10 കൊല്ലം കൊണ്ട് പൂർത്തിയായ സൂറയാണ് സൂറത്തുൽ ബഖറ. 10 വർഷം ജിബ്രീൽ അലൈഹിസ്സലാം നിരന്തരം കൊടുത്ത വഹിയാണ് സൂറത്തുൽ ബഖറ. അതിൽ ഇങ്ങനെ ഒരു വസത്തൻ, മധ്യം എന്ന് പറഞ്ഞ ആയത്ത് വരികയും നിങ്ങളൊരു മധ്യമ സമുദായമാണെന്ന് പറയുകയും ചെയ്യുക. അത് ഈ ആയത്തുകളുടെ എണ്ണം മൊത്തം നോക്കുമ്പോൾ ആ സൂറത്തിന്റെ മധ്യത്തിലാണ് നിങ്ങൾ മധ്യമ സമുദായം എന്ന് അല്ലാഹു പറയുന്നത്. അത് ഖുർആനിന്റെ ഒരു വലിയ മനോഹരമായ ഒരു മുഅ്ജിസത്താണ്. നമ്മളറിയാത്തത് എത്രയോ. അപ്പോ നമ്മളാണ് മറ്റുള്ളവർക്ക്. എന്തിനാണ് നമ്മൾ മധ്യമ സമുദായം എന്ന് പറഞ്ഞത്? ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന അർ-റസൂലു അലൈക്കും ഷഹീദാ. നാളെ പരലോകത്ത് വരുമ്പോൾ ഞങ്ങളാരും അറിഞ്ഞില്ലേ, എന്നോട് പറഞ്ഞിട്ടില്ല എന്നാ പറയാ. അല്ല, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മറ്റു സമുദായങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഉമ്മത്തികളാണ്. വയകൂന അർ-റസൂലു അലൈക്കും ഷഹീദാ, എൻ്റെ ഉമ്മത്തികൾ പറഞ്ഞത് സത്യമാണ് അല്ലാഹുവേ എന്ന് നബി തങ്ങൾ നമുക്ക് വേണ്ടി സാക്ഷി പറയും. ഇതൊക്കെ നടക്കുന്ന ഇടമാണ് നാളത്തെ മഹ്ശറ. യാ അല്ലാഹ്, إذا كان يوم القيامة كنت إمام الأنبياء وخطيبهم وصاحب شفاعتهم غير فخر. നിബിതങ്ങളായിരിക്കും അമ്പിയാക്കളുടെ നേതാവ്, നിബിതങ്ങളായിരിക്കും അവരിൽ ഖുതുബ നിർവഹിക്കുന്നത്, നിബിതങ്ങളാണ് അവരുടെ ഷഫാഅത്തിന്റെ സ്വാഹിബ്. വലാ ഫഖറ ഗൈറ ഫഖരിൻ, അഭിമാനം പറയല്ല, അല്ലാഹു എനിക്ക് തന്ന ഒരു സ്ഥാനം അതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിശ്വാസികളോടുള്ള വിചാരണയും രണ്ടും രണ്ട് രീതിയിലാണ്. ചെയ്തുപോയ പാപങ്ങളും തെറ്റുകളും പറഞ്ഞ് തൗബീഖ് ചെയ്യാന്ന് പറയും. ഒരു മനുഷ്യൻ അപമാനിതനാകുന്ന അവസ്ഥ അത് അവിശ്വാസികൾക്കാണ് ഉണ്ടാകുന്നത്. വിശ്വാസികളായ ആളുകളെ എന്ത് ചെയ്യും? അല്ലാഹു തആല അടുത്തേക്ക് കൊണ്ടുവരും. അടുത്തേക്ക് കൊണ്ടുവരും. 99 പേജുകളുള്ള ഒരു റെക്കോർഡ് കയ്യിൽ കൊടുക്കുന്നു. ഇത് നീ ചെയ്തതല്ലേ? ഐ റബ്ബ്, അതേ റബ്ബേ. ഇത് നീ ചെയ്തതല്ലേ? ഓർക്കണില്ലേ? ഐ റബ്ബി, റബ്ബേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നീ ചെയ്തതല്ലേ? ഐ റബ്ബി, അതേ പടച്ചോനെ. ഞാൻ നിനക്ക് മാപ്പ് വന്നിരിക്കുന്നു. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അങ്ങനെയുള്ള വിചാരണ കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. فنحن الآخرون السابق نحن الآخرون الأولون وأول من يحاسب ويفرج لنا في الأمم عن طريقنا ويقولون كادت هذه الأمة أن تكون أنبياء كلها.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി പറയാൻ നിൽക്കുമ്പോൾ ഒരു മലക്ക് വിളിച്ചു പറയും, ഐന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉമ്മത്തുഹു, എവിടെയാണ് മുഹമ്മദ് നബി തങ്ങളും എവിടെയാണ് നബി തങ്ങളുടെ ഉമ്മത്തികളും എന്ന് ചോദിക്കും. ഫഅഖൂം, ഞാൻ എഴുന്നേൽക്കും. വതത്ബഉനി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികൾ എൻ്റെ പിന്നാലെ വരും. ഗുർറൻ മുഹജ്ജലീന മിൻ അഥരി തുഹൂർ, വുളു എടുത്തത് ഫലമായി കൈകാലുകൾ വെളുത്തവരായിട്ട്, കൈകാലുകളിൽ പ്രകാശമുള്ളവരായി എൻ്റെ ഉമ്മത്തികൾ എൻ്റെ കൂടെ വരും. വുളുവിന്റെ അടയാളം നാളെ അവിടെ കാണുന്ന ഖബറിൽ നമ്മൾ കടന്നവരാണ്, ഖബറിൽ കടന്ന ശരീരം തുരുമ്പിപ്പോയതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും പരലോകത്തേക്ക് വരുമ്പോൾ കൈകാലുകൾക്ക് മുഖത്തിന് വുളുവിന്റെ വെള്ളം തട്ടിയ ഇടങ്ങൾക്കൊക്കെ നല്ല പ്രകാശം ഉണ്ടായിരിക്കും. അവരാണ് നബിതങ്ങളുടെ ഉമ്മത്തികൾ. എൻ്റെ ഉമ്മത്തികളുടെ അടയാളം അങ്ങനെയാണ്, നബിതങ്ങൾ അങ്ങനെയാണ് നമ്മളെ തിരിച്ചറിയുക എന്നൊക്കെ വേറെ ഹദീസുകളിലൊക്കെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫനഹ്നുൽ ആഖിറൂനൽ അവ്വലൂൻ, കാലങ്ങളിൽ അവസാനം വന്നവരും നാളെ പരലോകത്ത് ആദ്യം വിചാരണ നേരിടുന്നവരും നമ്മളാണ്. വഅവ്വലു മൻ യുഹാസബ്, ആദ്യം വിചാരണ നമുക്കാണ്. നമ്മുടെ മുമ്പുള്ള നൂഹ് നബിയുടെ സമുദായമൊക്കെ നമുക്ക് ശേഷമാണ്. വയുഫ്റജു ലനാ ഫിൽ ഉമമി അൻ തുരീഖിനാ, നമുക്കാണ് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള വഴി ആദ്യം എളുപ്പമാകുന്നത്. അവരൊക്കെ നോക്കിയിട്ട് പറയും, ഈ ഉമ്മത്ത് മുഴുവനും ഓരോരുത്തരും നബിയാണോ എന്ന് തോന്നിപ്പോകും. കാദത് ഹാദിഹിൽ ഉമ്മ അൻ തകൂന അംബിയാ കുല്ലുഹാ, ഈ സമുദായത്തിലെ എല്ലാ ഓരോരുത്തരും നബി, ഒരു നബിയുടെ ഒരു പ്രവാചകനെ പോലെ ആയതുപോലെയുണ്ടെന്ന് മറ്റു സമുദായം ഈ ഉമ്മത്തിലെ നോക്കി പറയുമെന്നാണ്. അത്രയും സജ്ജനങ്ങളായ ആളുകൾ ഈ ഉമ്മത്തിലുണ്ടെന്ന്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മയൊക്കെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ, ആമീൻ. ഹിസാബ് നടക്കുന്നത് അല്ലാഹുവോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് 2 തോട്ടം നൽകപ്പെട്ട ആളുകളുടെ ചരിത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് അല്ലാഹു വരുന്നത്. മനുഷ്യന്റെ നിഅമത്തുകൾക്ക് അല്ലാഹുവിനോട് നമ്മൾ വിചാരണ പറയേണ്ടി വരും. അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് റബ്ബിന് ശുക്ർ പറയേണ്ടി വരും. അങ്ങനെയാണ് അല്ലാഹുവിനോട് ചോദിച്ചത്, അല്ലാഹുവേ, ആദം നബി അലൈഹിസ്സലാം കൈഫ, എങ്ങനെയാണ് ആദം നബി അലൈഹിസ്സലാം നിങ്ങൾക്ക് നന്ദി പറയുക? ആദം നബി അലൈഹിസ്സലാം എങ്ങനെ നന്ദി പറയും? റബ്ബേ, ഖലഖ്തഹു ബിയദിക്, നീയാണല്ലോ ആദം നബിയെ പടച്ചത്. വനഫഖ്ത ഫീഹി റൂഹ്, ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലേക്ക് റൂഹ് കൊടുത്തതും നീ തന്നെയാണല്ലോ പടച്ചവനെ. അല്ലാഹുവാണ് എല്ലാവരും പടച്ചത്. പക്ഷേ ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് പ്രത്യേകമായൊരു താല്പര്യത്തോടു കൂടെ അല്ലാഹു തആല ചെയ്ത അല്ലാഹുവിന്റെ ഖൽഖാണല്ലോ. എങ്ങനെ ആദം നബി ഇതിനൊക്കെ നന്ദി പറയുക പടച്ചവനെ എന്ന് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചത് നമ്മുടെ അഥറുകളിൽ കാണാൻ കഴിയും. അതിന് മറുപടി വന്നത്, അല്ലാഹുവിന്റെ മറുപടി, അലിമ ആദം, ആദം നബി അലൈഹിസ്സലാം അറിഞ്ഞു ഞാനാണ് ആദം നബിയെ പടച്ചതെന്നും ഞാൻ കൊടുത്ത നിഅമത്തുകളാണ് ആദം നബിക്ക് കിട്ടിയതെന്നും ആദം നബി അലൈഹിസ്സലാം അറഫ, ആദം നബി അലൈഹിസ്സലാം ആ നിഅമത്തുകളെ തിരിച്ചറിഞ്ഞു. അത് തന്നെയാണ് അതിന്റെ ശുക്രെന്ന് അള്ളാഹുവിന്റെ മറുപടി വന്നു. നമ്മൾ ആ കാര്യം മനസ്സിലാക്കിയതാണ്. അള്ളാഹു തന്നതാണെന്ന് തിരിച്ചറിയുന്നത് ഓരോ നിഅമത്തിന്റെയും ശുക്രാണ്. എല്ലാറ്റിനും അൽഹംദുലില്ലാ എന്ന് പറയാം. അള്ളാഹു ചെയ്ത ആഫിയത്ത് അൽഹംദുലില്ലാ, അള്ളാഹു തന്ന ആരോഗ്യം അൽഹംദുലില്ലാ, അള്ളാഹു തന്ന ഇൽമ് അൽഹംദുലില്ലാ, അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകി അൽഹംദുലില്ലാ. എത്ര ആളുകൾ ഇബാദത്ത് ചെയ്യാതെ ജീവിക്കുന്നു. അള്ളാഹു തെറ്റിലേക്ക് പോകാതെ നമുക്ക് സഹായം തന്നു അൽഹംദുലില്ലാ. എത്ര ആളുകൾ തിന്മയിലായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും ഇതെന്റെ റബ്ബ് തന്നതാണ്. ജോലി കിട്ടുന്നതും നഷ്ടപ്പെടുന്നതും കച്ചവടം കൂടുന്നതും കുറയുന്നതും എല്ലാം അള്ളാഹുവിന്റെ തദ്ബീറുകളാണ്. നമ്മുടെ നിഅമത്തുകൾക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാം. പ്രയാസങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക, മനസ്സുകൊണ്ട് ക്ഷമ പാലിക്കുക. ഇത് രണ്ടുമാണെങ്കിൽ ഒരു മുഅ്മിന്റെ ജീവിതം വിജയമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, രണ്ടുപേരും വഴിയിൽ കിടക്കുന്നു. നബിതങ്ങൾ ആ വഴിക്ക് വന്നപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ ഈ നേരത്തെ രണ്ടുപേരും പുറത്തിറങ്ങാൻ കാരണം? അൽ ജൂഉ യാ റസൂലല്ലാഹ്, നബിതങ്ങളെ വിശപ്പ് കൊണ്ട് പുറത്തിറങ്ങിയതാണ്, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, വിശന്നതാണ്. തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഅന വല്ലദീ നഫ്സി ബിയദിഹി അഖ്റജനില്ലദീ അഖ്റജകുമാ ഖുമു, ഞാനും വിശന്നിട്ടാണ് പുറത്തിറങ്ങിയത്, നമുക്ക് പോകാം വരിൻ എന്ന് പറഞ്ഞു. 3 പേരും ഒരുമിച്ച് പോവാൻ. 2 പേരും വിശന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. മൂന്നാമത്തെ ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളും പുറത്തിറങ്ങിയത് വിശന്നുകൊണ്ടാണ്, നമുക്ക് പോവല്ലേ. 3 പേരും എഴുന്നേറ്റു. അൻസ്വാരികൾ, മദീനക്കാരാണ്, സഹായികളാണ്, നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചവരാണ്. ആ അൻസ്വാരികൾപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് ചൊല്ലുന്നു. നോക്കുമ്പോൾ അയാൾ വീട്ടിലില്ല.
അപ്പൊ സ്വഹാബിയുടെ ഭാര്യ വീട്ടിലുണ്ട്. മർഹബൻ വ അഹ്ല, സ്വാഗതം, വരണം, വീട്ടിലേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെ, ഐന ഫുലാൻ, എന്റെ ഭർത്താവ് എവിടെ എന്ന് തങ്ങൾ ചോദിച്ചു. അവര് പറഞ്ഞു ദഹബ യസ്തഅദിബു ലനൽ മാ, ഞങ്ങൾക്ക് ശുദ്ധവെള്ളം കുടിക്കാൻ കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. അൻസ്വാരി ഓടി വരുന്നു. കാണുന്നത് ആരെയാണ്? സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു. സ്വഹാബിക്ക് സന്തോഷം അടക്കാനായില്ല. അൽഹംദുലില്ലാഹ് മാ അഹദുൻ അൽയൗമ അക്റമ അദ്യാഫൻ മിന്നി, എന്നെക്കാളും മുന്തിയ ഒരു അതിഥികളെ കിട്ടിയ ഒരാളും ലോകത്തില്ല. കാരണം എനിക്ക് കിട്ടിയത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടുത്തെ സ്വാഹിബൈൻ നേരെ കയറുന്നു ഈത്തപ്പനയുടെ മുകളിലേക്ക്. ഒരു ഈത്തപ്പഴക്കുല അവിടെ വെട്ടിയിടുന്നു. നേരെ കഴിച്ചോളൂ നബിയെ, കഴിച്ചോളൂ. അങ്ങനെയാണ് ഭക്ഷണം കൊടുക്കാൻ. ആർക്ക്? അള്ളാഹുവിന്റെ ഹബീബിനും സ്വാഹിബൈനിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിച്ചോളൂ നബിയെ, കഴിച്ചോളൂ. പിന്നെ അദ്ദേഹം കത്തിയെടുത്ത് ഇറങ്ങുന്നു. നബി തങ്ങൾ പറഞ്ഞപ്പോ മനസ്സിലായി എന്തോ അവർക്ക് മാംസം റെഡിയാക്കാൻ വേണ്ടി പോവാൻ. ഇയ്യാക വൽ ഹലൂബ്, ഇയ്യാക വൽ ഹലൂബ്, പിന്നെ നന്നായി പാല് തരുന്ന നിങ്ങളുടെ മൃഗങ്ങളൊന്നും അറക്കരുത് കേട്ടോ. ഇയ്യാക വൽ ഹലൂബ്, അത് നിങ്ങളുടെ കുടുംബത്തിന്റെ വരുമാനമാണ്. ഇയ്യാക വൽ ഹലൂബ്, നല്ല പാല് തരുന്ന മൃഗങ്ങൾ എന്ത് ചെയ്യണ്ട, അത് നിങ്ങളുടെ കീപ്പ് ചെയ്തോളൂ, ബാക്കി വേറെ ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർക്കൊരു ആർഡർ എടുത്തു കൊടുത്തു. ഒരു ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. നിബിതങ്ങളൊക്കെ വിശപ്പൊക്കെ അടങ്ങിയപ്പോ സിദ്ദീഖ് തങ്ങളോടും ഉമർ തങ്ങളോടും നിബിതങ്ങൾ പറഞ്ഞു വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലതുസ്അലന്ന അൻ ഹാദ അൻ-നഈം യൗമൽ ഖിയാമ, നാളെ അന്ത്യനാളിൽ ഈ നിഅമത്തിനെ കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശന്നിട്ട് എരിപൊരി കൊണ്ടിട്ട് എവിടെയാണ് നമ്മളിപ്പോ വിശന്നിട്ട് നേരെ റെസ്റ്റോറന്റിൽ പോയി അവിടെ ഭക്ഷണം കിട്ടുന്ന ഉറപ്പാണ്, പൈസ കൊടുത്താലേ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പോയി. ആ ഒരു പോക്ക് പോലും അല്ല. എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നറിയില്ല, എവിടെ പോയാൽ വിശപ്പടങ്ങാൻ കഴിയും അതൊന്നും അറിയില്ലല്ലോ. സ്വഹാബിയുടെ വീട്ടിലേക്ക് ചൊല്ലുന്നു, അദ്ദേഹം ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നാളെ ചോദ്യം ഉണ്ടാകും എന്ന് സിദ്ദീഖ് തങ്ങളോടും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിക്കുന്ന നിഅമത്തുകൾക്കൊക്കെ അൽഹംദുലില്ലാഹ് എന്നൊരുപാട് തവണ നമ്മൾ എത്ര പറഞ്ഞാലാണ് അതിന് പകരാവുക. അതുകൊണ്ടാണ് മൻ അസ്ബഹ, നേരം വെളുക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر فقد أدى شكر يومه. നേരം വെളുത്തിട്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, എങ്ങനെ? അല്ലാഹുവേ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബിഅഹദ മിൻ ഖൽഖിക, എനിക്ക് നീ തന്ന അനുഗ്രഹം അല്ലെങ്കിൽ മനുഷ്യർക്ക് മുഴുവനും ഈ നേരത്തെ നീ കൊടുത്ത അനുഗ്രഹം, ഈ ദിവസം, അതെല്ലാം ഫമിൻക വഹ്ദക ലാ ശരീക ലക്, നിന്നിൽ നിന്നുള്ളതാണ് പടച്ചവനെ, നിനക്ക് പങ്കുകാരില്ല, നിനക്ക് കൂട്ടുകാരില്ല. ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ, നിനക്കാണ് റബ്ബേ സ്തോത്രങ്ങൾ, നിനക്കാണ് റബ്ബേ നന്ദി എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിന്റെ നന്ദി അവരെ രേഖപ്പെടുത്തി കഴിഞ്ഞു. വമൻ ഖാലഹാ ലൈലൻ, രാത്രി ഇതേ വാക്ക് പറഞ്ഞു, അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ ഔ ബിഅഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ചെയ്യേണ്ട ശുക്ർ ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു വെക്കുക. രാത്രിയാണല്ലോ, ഒന്ന് ചൊല്ലല്ലേ, അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ ഔ ബിഅഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകൽ ശുക്ർ. അല്ലാഹുവിനെ നന്ദി ചെയ്യുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. യുഖ്റജു ലിബ്നി ആദമ യൗമൽ ഖിയാമത്തി സലാസു ദവാവീൻ. അല്ലാഹു തആല നാളെ പരലോകത്ത് മുഅ്മിനായ മനുഷ്യന് 3 റെക്കോർഡുകളാണ് അല്ലാഹു തആല സമർപ്പിക്കുന്നത്. ദീവാനുൻ ഫീഹിൽ അമലു സ്വാലിഹ്, സൽക്കർമ്മങ്ങളുടെ ഒരു കെട്ട്. വദീവാനുൻ ഫീഹി ദുനൂബു, വേറെ ഒരു കെട്ട്, അതിൽ മുഴുവൻ അവൻ ചെയ്ത തെറ്റുകളാണ്. വദീവാനുൻ ഫീഹി നിഅമു മിനല്ലാഹി അലൈഹി, ഒരു ദീവാനിൽ, ഒരു കെട്ടിൽ മുഴുവൻ അല്ലാഹു കൊടുത്ത നിഅമ
നിഅമത്തുകളും അനുഗ്രഹങ്ങളുമാണ്. 3 ലെവലിലായിട്ടാണ് വരിക. ഒന്ന് നമ്മൾ ചെയ്ത തെറ്റുകൾ, ഒന്ന് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, ഒന്ന് അല്ലാഹുവിന്റെ നിഅമത്തുകൾ. എന്നിട്ട് ഫയഖൂലുല്ലാഹു അസ്സ വജല്ല ലിഅസ്ഗരി നിഅമത്തിൻ, നിഅമത്തുകളിൽ ഏറ്റവും ചെറുതിനോട് അല്ലാഹു പറയും, ഖുദീ സമനകി മിൻ അമലിഹി സ്വാലിഹ്, നിന്റെ വില എത്രയാണോ അത് ഈ മനുഷ്യൻ ചെയ്ത സൽക്കർമ്മത്തിൽ നിന്ന് എടുത്തോളൂ എന്ന് ഏറ്റവും ചെറിയൊരു നിഅമത്തിനോട് അല്ലാഹു തആല പറയും. നിനക്ക് തത്തുല്യമായ മൂല്യം ആവത്തക്ക രീതിയിൽ സൽക്കർമ്മങ്ങൾ എത്ര ഉണ്ടോ ഇയാൾ എടുത്തോളൂ. എല്ലാ അമലും എടുത്തിട്ട് ആ അനുഗ്രഹം പോയി നിൽക്കും, മാറി നിൽക്കും. പടച്ചവനെ, നിന്നെ തന്നെയാണ് സത്യം, എനിക്ക് പകരമായിട്ടൊന്നുമില്ല. 60 കൊല്ലം ജീവിച്ച ആൾ, 70 കൊല്ലം ജീവിച്ച ആൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എല്ലാം എടുത്തിട്ട്, അല്ലാഹുവേ ഒന്നും ബാക്കിയില്ല, എനിക്ക് കിട്ടേണ്ട അവകാശം ഇനിയും കിട്ടാനാണ്. അല്ലാഹുവേ വഖദ് ദഹബൽ അമലു സ്വാലിഹ്, ചെയ്തു പോയ അമലുകളൊക്കെ പോയി. ഇത് അമലുകളിൽ മനുഷ്യന്റെ നിഅമത്തുകളിൽ ഏറ്റവും ചെറിയ നിഅമത്തിനോട് അല്ലാഹു പറയാ, ചെറിയ നിഅമത്ത്. فإذا أراد الله أن يرحم عبدا, ഒരു മനുഷ്യനോട് കരുണ ചെയ്യാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാഹു പറയും, യാ അബ്ദി, എൻ്റെ ദാസനെ, ഖദ് ളഅഫ്തു ലക ഹസനാതിക്, നിന്റെ നന്മകളെല്ലാം ഞാൻ നിനക്ക് ഇരട്ടിയായി നൽകുന്നു. തജാവസ്തു അൻ സയ്യിആതിക്, നിന്റെ പാപങ്ങളെല്ലാം നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. വഹബ്തു ലക നിഅമി, എൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും നിനക്ക് ഞാൻ ദാനം തന്നിരിക്കുന്നു, പകരം വേണ്ട എന്ന് പറഞ്ഞാൽ അവരാണ് അനുഗ്രഹം ചെയ്യപ്പെട്ടവർ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ആമീൻ. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. സന്തുഷ്ടമായ രീതിയിൽ ആ കിതാബ് വാങ്ങി സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളുണ്ടെന്നവിടെ. ആ വിഭാഗത്തിൽ പെടാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത്. അല്ലാഹു ഖബൂലാക്കട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തികളെ നാളെ കണ്ടുമുട്ടുന്നൊരു രംഗം പരിശുദ്ധമായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബ് തിബ്ബിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് കൂടിയാണിത്. ഒരു നബിയും ആ നബിക്ക് പിറകെ ഒരുപാട് ആളുകളും വരുന്നത് കാണുമ്പോൾ നബി തങ്ങൾ കൊതിച്ചു പോകുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെന്റെ ഉമ്മത്തികളായെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇപ്പൊ പറയും, നബിയെ ഇത് നിങ്ങളല്ല, ഇത് നിങ്ങളുടെ ഉമ്മത്തികളല്ല. ഹൗലാഇ ഖൗമു മൂസ, ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായമാണ്. അങ്ങനെ ഫറഅയ്തു സവാദൻ കസീറൻ സജ്ജൽ ഉഫുഖ്, ചക്രവാള സീമകൾ മുഴുവനും നിറഞ്ഞുകൊണ്ടൊരു സമൂഹം വരാൻ പോകുന്നു. അത് കണ്ടപ്പോ എന്നോട് പറഞ്ഞു, ഹൗലാഇ ഉമ്മതുക്, ഇത് നിങ്ങളുടെ ഉമ്മത്തികളാണ് നബിയെ. വമഅ ഹൗലാ 70000 യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, ഈ വരുന്ന ആളുകളിൽ 70000 ആളുകൾ, അത് 70000 മാത്രമല്ല 70000-ലേറെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേറെ ഹദീസുകളുണ്ട്. അപ്പോ അവരിൽ 70000 ആളുകൾ ഒരു വിചാരണയുമില്ലാതെ ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ്. ഗ്രീൻ ചാനൽ എന്ന് പറഞ്ഞ പോലെ VIP ചാനൽ തന്നെ പറയേണ്ടി വരും, നേരെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് പറഞ്ഞു കൊടുത്തു. ജനങ്ങൾക്ക് അതിന്റെ വിശദീകരണം കിട്ടിയില്ല. അപ്പൊ ആളുകളൊക്കെ ചർച്ച ചെയ്ത്, പടച്ചവനെ, ഈ 70000 ആരായിരിക്കും റബ്ബേ? സ്വഹാബത്ത് പറഞ്ഞു, നമ്മൾ ജനിച്ചത് ശിർക്കിലാണ്. നമ്മൾ ജനിച്ചപ്പോ നമ്മുടെ മാതാപിതാക്കൾ ബഹുദൈവാരാധന ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ അങ്ങനെയായിരുന്നു. എന്നിട്ടാണ് നമ്മൾ അല്ലാഹുവിന്റെ റസൂല് വിശ്വസിച്ചത്. അപ്പൊ നമ്മളാവൂല, പിന്നെ നമ്മളെ മക്കളായിരിക്കും ഒരു പക്ഷേ. കാരണം അവർ മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് ജനിക്കുകയല്ലേ, അവർക്കായിരിക്കും ഈ 70000-ൽ പെടാനുള്ള ഭാഗ്യമുണ്ട്
ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം അറിഞ്ഞു. തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, ഹുമുല്ലദീന ലാ യതതയ്യറൂൻ വലാ യക്തവൂന വലാ യസ്തർഖൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഹുമുല്ലദീന ലാ യതതയ്യറൂൻ, അവലക്ഷണം പറയാത്ത ആളുകളാണത്. തൊയ്റ്, പക്ഷി പറന്നാൽ ഒരു പക്ഷി ഇടത്തോട്ട് പറന്നു, കുറുകെ പറന്നു, അങ്ങനെയൊക്കെ ഒരു പക്ഷി, നമ്മളൊരു രംഗത്തൊരു യാത്ര പുറപ്പെടുമ്പോൾ ഒരു പക്ഷി ഇങ്ങനെ പറന്നാൽ അതിൻ്റെ അർത്ഥം ഇന്നതാണ്, ഇങ്ങനെ പറന്നാൽ ഇന്നതാണ് എന്നൊക്കെ അവലക്ഷണം പറഞ്ഞിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ചെയ്യാതിരിക്കുന്നവർ, അവലക്ഷണം പറയാത്തവർ. എന്ന് പറഞ്ഞ തീ കൊണ്ട് ചൂടാക്കുന്ന ചികിത്സയാണ്. അന്ന് അതിനങ്ങനെയാണ് വ്യാഖ്യാനം കൊടുക്കുക. ചൂട് വെച്ചാൽ ആ ചൂട് വെക്കുന്നതാണ് ശിഫ, അതുകൊണ്ടാണ് ശിഫ ഉണ്ടാകുന്നത്, അല്ലാഹു അല്ല ശിഫ നൽകുന്നത്, ഈ ചൂട് വെക്കുന്ന ഏർപ്പാടാണ് എന്ന് വിശ്വസിക്കുന്ന സമ്പ്രദായം. അത് ചെയ്യാത്ത ആളുകൾ, അവരാണ് 70,000-ൽപ്പെട്ടവർ. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീ കൊണ്ടുള്ള ചികിത്സകളെ തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യസ്തർഖൂൻ, അവര് മന്ത്രിച്ചൂതണമെന്ന് ആവശ്യപ്പെടാത്തവരാണ്. എങ്ങനെ? അതിന്റെ വിശദീകരണം ഹദീസ് പണ്ഡിതന്മാർ പറയണം, ആ മന്ത്രിച്ചൂതുന്നതിൽ തന്നെയാണ് ശിഫയുള്ളത്, അതാണ് ഷാഫി, അതാണ് ശിഫ നൽകുന്നത് എന്ന വിശ്വാസത്തോടെ ചെയ്യുക. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ശിഫ നൽകുന്നത് അല്ലാഹുവാണ്, റുഖിയ ചെയ്യുന്നത് ഒരു കാരണമാണ്, മരുന്ന് കുടിക്കുന്നത് ഒരു കാരണമാണ്, റേഡിയേഷൻ ചെയ്യുന്നത് ഒരു സബബാണ്, മുസബ്ബിബ് ആരാണ്? അല്ലാഹുവാണ്. അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അപ്പോ ഇങ്ങനെയുള്ള തെറ്റായ വിശ്വാസങ്ങളില്ലാത്ത ആളുകൾ അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്, തവക്കുൽ ചെയ്യുന്നവരാണ്, അല്ലാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നവരാണ്. അല്ലാഹുവിനെ ഏൽപ്പിക്കുക. അങ്ങനെ പറഞ്ഞപ്പോ ഉക്കാശത്ത് ബിൻ മുഹ്സിൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, നബിയെ അമിൻഹും അന യാ റസൂലല്ലാഹ്, അക്കൂട്ടത്തിൽ ഞാനുണ്ടോ നബിയെ? ആ 70,000-ൽ? നഅം, നിങ്ങളുണ്ട്. അപ്പൊ വേറെ ആള് ചോദിച്ചു, ഞാനുണ്ടോ നബിയെ? സബഖക ബിഹാ ഉക്കാശ, ആ പ്രൈസ് ഉക്കാശ കൊണ്ടുപോയി. ഇനിയില്ല, ഒരു ചാൻസ് ഉണ്ടായിരുന്നു, അത് ഉക്കാശ ചോദിച്ചു, വളരെ പെട്ടെന്ന് അദ്ദേഹം അത് കൊണ്ടുപോയി. ഇനിയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ആ 70,000-ന്റെ ഒരു വിശദീകരണം തന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു 70,000 എന്ന് മാത്രം തോന്നിപ്പോകും. പക്ഷേ ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കുറച്ചുകൂടെ കൂടുതൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅദനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അൻ യുദ്ഖിലൽ ജന്നത മിൻ ഉമ്മതി 70,000 ലാ ഹിസാബ അലൈഹിം, എൻ്റെ ഉമ്മത്തികളിൽ 70,000 ആളുകൾക്ക് ഒരു വിചാരണയുമില്ലാതെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്താമെന്ന് എന്നോട് പറഞ്ഞു. വലാ അദാബ്, അവർക്കൊരു ശിക്ഷയും ഉണ്ടാവുകയില്ല. മഅ കുല്ലിൻ 70,000, എല്ലാ ഓരോരുത്തർക്കും ഈ 70,000-ൽ ഓരോരുത്തരുടെ കൂടെ 70,000 വേറെയും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വരികയാണെങ്കിൽ 4,900 മില്യൺ ആളുകൾ വരുന്നത് വെറും 70,000 മാത്രമല്ല. അത്രയും ആളുകൾ ഹിസാബില്ലാതെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അല്ലാഹു നമ്മളതിനെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് ഓരോരുത്തരും അങ്ങനെ 70,000 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പൊ ആ 70,000 ആളുകൾക്ക് തങ്ങളത് പറഞ്ഞില്ല, ഉക്കാശ തങ്ങളോട് മാത്രം പറഞ്ഞു നിങ്ങളുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ എനിക്കും എന്ന് ചോദിച്ചാൽ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ 70,000 പൂർത്തിയായി കഴിഞ്ഞാൽ പിൻഗാമികളായ ആളുകൾക്ക് നിരാശ വരും. പഠിച്ചവനെ, അതൊക്കെ പഴയ ആൾക്കാരെ കൊണ്ടുപോയി, നമുക്കൊന്നും ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് ആ വിഷയം നബി ഞങ്ങൾ മറച്ചു വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേറെയും ഓരോരുത്തരുടെ കൂടെ 70,000 വേറെയും എന്റെ റബ്ബ് കോരിയെടുക്കുന്ന 3 കോരി ആളുകൾ വേറെയുമുണ്ട്. അള്ളാഹുവിന്റെ ഒരു കോരൽ, അതിൽ എത്ര ആളുകൾ ഉണ്ടാകും? അള്ളാഹു തെരഞ്ഞെടുക്കുന്ന 3 തവണയായി അള്ളാഹു 3 കൂട്ടം ആളുകളെ അള്ളാഹു തആല ഈ വിഭാഗത്തിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കണക്കിനപ്പുറത്തേക്ക്. അരിശ എത്ര കൂട്ടിയിട്ട് എത്ര കിട്ടി? 4 ബില്യൺ അല്ലേ?
4.9 ബില്യൺ. മില്യൺ കണക്കായിട്ടാണെങ്കിൽ 4900 മില്യൺ ആളുകൾ വരും. അൽഹംദുലില്ലാ. അക്കൗണ്ടന്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സമാധാനമാണ്. അൽഹംദുലില്ലാ. അപ്പോ അത്രയും ആളുകൾ പോകുന്നുണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക്. പറഞ്ഞ എന്താണെന്നറിയോ? അലാ റബ്ബിഹിം യതവക്കലൂൻ. കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അത് പറയണ മൂലരെ ഞാനും ഏൽപ്പിക്കണം, നമ്മളൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിക്കണം. കാരണം കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവാണ്. മനുഷ്യന്മാർക്കൊന്നും ലോകത്ത് ഒന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന റബ്ബിന്റെ ഖളാ അല്ലാതെ മറ്റൊന്നും ഈ ലോകത്ത് നടക്കുന്നുമില്ല. ഇത് നമ്മൾ ഓരോരുത്തരും ബോധിക്കണം. നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണേ, ആദ്യം അത് ഞാൻ ബോധിക്കണം. അപ്പോ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം ഖൈറിനാണ്. എല്ലാറ്റിലും അള്ളാഹു ഖൈർ വെച്ചിട്ടുണ്ട്. നമുക്കൊരു പക്ഷേ ഒരു പ്രയാസമായി തോന്നിയേക്കാം, അതിലൊരു ഖൈറുണ്ടാവും. എല്ലാ വിഷയവും അള്ളാഹുവിനെ ഏൽപ്പിക്കുക. നമ്മൾ പരിശ്രമിക്കണം. വഅലൽ അബ്ദി, മനുഷ്യൻ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? അധ്വാനിക്കണം. അള്ളാഹു ചാലയാണ് വാതിൽ തുറന്നു തരാം. നമ്മൾ അധ്വാനിക്കണം, അള്ളാഹു വാതിൽ തുറന്നു തരും. കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അങ്ങനത്തെ ആളുകളാണ് നാളെ ഹിസാബില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നത്. മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനവറുകൾ, അലി തങ്ങളല്ല, അലി തങ്ങളുടെ മോൻ ഹുസൈൻ എന്നവരുടെ മകൻ ഒരു അലി എന്നവരുണ്ട് റളിയല്ലാഹു അൻഹു മജ്മൂ. മഹാനവറുകൾ പറയുന്ന അസറാണ്, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായാൽ, നാദാ മുനാദിൻ അയ്യുക്കും അഹ്ലുൽ ഫദ്ൽ, അല്ലാഹുവിന്റെ മലക്ക് വിളിച്ചു പറയും, നിങ്ങളിൽ ആരാണ് സ്ഥാനമുള്ള ആളുകൾ? അഹ്ലുൽ ഫദ്ൽ ആരാണ്? നാസും മിനൻ നാസ്, ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് എഴുന്നേൽക്കും. പോയിക്കോളൂ, സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. അപ്പൊ സ്വർഗത്തിന്റെ ഇൻചാർജുള്ള മലക്കുകൾ അവിടെ വഴിയിലുണ്ട്. യഖൂലൂന ഇലാ ഐൻ, എങ്ങോട്ടാ പോകുന്നത്? നാട്ടിലുണ്ടാവില്ല, വേദൊക്കെ ഉണ്ടാവും, വളണ്ടിയർമാർ സ്റ്റോപ്പ് ചെയ്യൂലേ, എങ്ങോട്ടാ പോണത്? പാർക്കിംഗ് എവിടെയാണ്? എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുന്നു. ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്. അവർ ചോദിക്കും, ഖബൽ ഹിസാബ്, വിചാരണക്ക് മുമ്പോ? അതെ, വിചാരണക്ക് മുമ്പ് ഞങ്ങളോട് പോകാൻ പറഞ്ഞു. നിങ്ങൾ ആരാ? അഹ്ലുൽ ഫദ്ൽ, ഞങ്ങൾ സ്ഥാനവും മഹിമയും ഉള്ള ആളുകളാണ്. എന്താ നിങ്ങൾ ചെയ്ത മഹത്വം എന്താണ്? മാ കാന ഫദ്ലുക്കും, നിങ്ങൾ ചെയ്ത മഹത്വം എന്താണ്? ഖാലൂ കുന്നാ ഇദാ ജുഹില അലൈനാ ഹലംനാ, ഞങ്ങളോട് ആരെങ്കിലും വിവരമില്ലാതെ പെരുമാറിയാൽ ഞങ്ങൾ ക്ഷമയോടെ പ്രതികരിച്ചിരുന്ന ആളുകളായിരുന്നു. ഇദാ ജുഹില അലൈന, നമ്മളോടൊരാൾ വിവരമില്ലാത്ത രീതിയിൽ പെരുമാറുക. അങ്ങനെ വരുമ്പോൾ ഹിൽമ് പാലിക്കുക, സംയമനത്തോടെ ക്ഷമയോടുകൂടി ആ വിഷയത്തെ നേരിടുക. വിവരമില്ലാത്ത ആൾക്കാർ പലതും വിളിച്ചു പറയും. പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടം, ഒരു വാട്സപ്പ്, ഒരു മൈക്ക് ഉണ്ടായാൽ മതി, ആർക്കും റൂമിൽ നിന്ന് എന്തും എടുത്തിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ വീഡിയോ ക്ലിപ്പായിട്ട് അങ്ങനെ വിടാൻ പറ്റും. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം ഇഷ്ടം പോലെ പറയാൻ പറ്റുന്ന കാലമാണ്. ഇന്നത് പറയാ, ഇങ്ങനെ പറയാവൂ. ഓരോ എൽമിനും അതിൻ്റെ അഹ്ലുകാരുണ്ട്. ഇതൊന്നല്ല പറയാം, അങ്ങനെ പറയാം. ഓരോരുത്തരും എന്തൊക്കെയാ പറയണത്. മാഷാ അല്ലാഹ്. ചാനലിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, വലിയ രസം നടക്കുന്നുണ്ട്. റിപ്പോർട്ട് ചാനലിലെ ഒക്കെ ഖൈറിനാണ്, അൽഹംദുലില്ലാ. അതുകൊണ്ടൊക്കെ ഖൈറുണ്ടാവും. കുറേ മനുഷ്യന്മാർക്ക് കണ്ണു തുറക്കാൻ അവസരം ഉണ്ടാവും. അതൊക്കെ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ കബൂലാക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ലോകത്തെ എല്ലാ മനുഷ്യന്മാരെയും തൃപ്തിപ്പെടുത്താൻ ലോകത്ത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തങ്ങളുടെ മഹത്വത്തിൻ്റെ കുറവല്ല. ജനങ്ങളുടെ മനസ്സങ്ങനെയാണ്. എല്ലാവരും എല്ലാം അംഗീകരിക്കൂലല്ലോ. ഓരോരുത്തർക്കും അവനവൻ്റേതായ ചില നിശ്ചിത താല്പര്യങ്ങളുണ്ടാവും, കാഴ്ചപ്പാടുകളുണ്ടാവും, വീക്ഷണങ്ങളുണ്ടാകും. അതനുസരിച്ച് അവർക്ക് പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട് ഈ ലോകത്ത്. പക്ഷേ വിഷയങ്ങളിൽ ഇടപെട്ട് പറയുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഉസ്താദുമാർ, അതുഹിബ്ബൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലു, അവാമുന്നാസിനോട്, പൊതുജനങ്ങളോട് പ്രതികരിക്കുമ്പോൾ പൊതുജനങ്ങളുടെ മനോഗതി എന്തൊക്കെയാണ്, അവരുടെ ഇൽമിൻ്റെ നിലവാരം എന്തൊക്കെയാണ്, അവരുടെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ചുറ്റുപാടുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ദഅവത്ത് ചെയ്യേണ്ട ആൾ സംസാരിക്കേണ്ടതെന്ന്. ഇതൊന്നും അറിയാതെ കുറേ ആളുകൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
അതൊക്കെ ദീനിന് കോട്ടം ഉണ്ടാവരുത്. നമ്മളുടെ ഒരു വർത്തമാനം കൊണ്ട് അള്ളാഹുവിൻ്റെ ശറഈനൊരു കോട്ടം വരാൻ പാടില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ശരീഅത്ത് നമുക്ക് മറച്ചു വെക്കാനും പറ്റൂല, ഉള്ളതുപോലെ പറയാനും പറ്റുള്ളൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലിന് അല്ലാഹു ഖബൂലിയത്ത് നൽകട്ടെ. ഇദാ ജുഹില അലൈനാ ഹലുംന, ഞങ്ങളോട് അവിവേകമായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളതിന് എന്ത് ചെയ്യുന്നവരാണ്? ക്ഷമയോടുകൂടെ ആത്മസംയമനത്തോടുകൂടെ പ്രതികരിച്ച ആളുകളായിരുന്നു. അങ്ങനെയാണ്. മറുപടിക്ക് മറുപടി, ക്ലിപ്പിന് ക്ലിപ്പ്, അതൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. സത്യം അള്ളാഹു തുറന്നു കൊണ്ടുവരും. ചിലത് കുറച്ച് സമയമെടുക്കും മനസ്സിലാവാൻ. ആദ്യം നമ്മൾ കേട്ട് പരിചയമില്ലാത്ത വിഷയങ്ങളാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരും. എനിക്കൊരു ഉസ്താദ് നാട്ടിൽ നിന്നൊരു വോയിസ് ക്ലിപ്പ് എൻ്റെ സുഹൃത്ത് കൊടുത്തയച്ചു. എന്തോ ഒരു ചരിത്ര സംഭവം പറഞ്ഞിട്ട്, ആ ചരിത്ര സംഭവം എവിടെയാണുള്ളത് ഞാൻ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് ചോദിക്കാതെ വെല്ലുവിളിക്കുന്നു. എന്ത് വെല്ലുവിളിക്കുന്നു? തബഖാത്ത് ഇബ്നു സഅദ്, ഇവർ തങ്ങളുടെ തബഖാത്ത്, ആയിരക്കണക്കിന് പേജുള്ള കിതാബാണ്. ഇബ്നു ഖല്ലിഖാന്റെ വഫയാത്തുൽ അയാൻ, ഈ 2 കിതാബ് എടുത്ത് നോക്കിയാൽ അതിലുണ്ട് ഞാൻ പറഞ്ഞ സംഭവം. എന്ത് ചെയ്യണ്ട? വെല്ലുവിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യം എന്തിനു വെല്ലുവിളിക്കണം? നമ്മൾ അറിയാത്തത് ലോകത്തില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. പിന്നെ ഞാനിവിടെ പറയുന്നത് അമാനത്താണ്. ഞാൻ എൻ്റെ വായനയിൽ, പഠനങ്ങളിൽ എത്രയോ സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫോൺ വരെ ഇപ്പോൾ ഓഫാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ആ സമയം നിങ്ങൾക്ക് ചെലവഴിക്കാനാണ് ഞാൻ ഓഫാക്കുന്നത്. എൻ്റെ കുടുംബത്തോട് പോലും എനിക്ക് വർത്താനം പറഞ്ഞിരിക്കാൻ നേരമില്ല ഇപ്പോൾ. എന്തിന്? നമ്മൾ മുത്താല ചെയ്യണം. ഞാൻ പഠിച്ചാലേ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അത്രയും നേരം ഒരാൾക്ക് ഒരു 10 മിനിറ്റ് കൊടുത്താൽ അടുത്ത ആളൊരു 10 മിനിറ്റ്, അങ്ങനെ എൻ്റെ സമയം തീരും. ആ സമയം മുഴുവൻ പൊതുജനങ്ങൾക്ക് മൊത്തം ഉപകാരപ്പെടണമെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് പഠിക്കണം. അപ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല. ഓരോരുത്തരോടും ആയിരക്കണക്കിന് ആൾ, ഒരാളെ വിളിക്കൂ, അത് കഴിഞ്ഞാൽ അടുത്ത ആൾ വിളിക്കൂ. ഇതൊക്കെ നോൺ സ്റ്റോപ്പ് കോളുകളാണ്. 100, 150, 200 കോളൊക്കെ വന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയായി. പിന്നെ അതുകൊണ്ടാണ് നിങ്ങൾ വെറുപ്പ് വിചാരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ആ സമയം ഞാൻ മാറ്റിവെക്കുന്നത്. കാരണം നിങ്ങളോടൊരു വിഷയം പറയണമെങ്കിൽ ഞാൻ ആ വിഷയം പഠിക്കണം. ഇതൊരു അമാനത്താണ്. എനിക്കറിയാം ഞാൻ പറയുന്നതിൻ്റെ ആശയം എന്താണ്, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു കൂട്ടം ആളുകൾ, അവർക്ക് മാത്രമേ കാര്യം മനസ്സിലായിട്ടുള്ളൂ. കിതാബ് തുഹ്ഫ എന്നാണ് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ ഇതേ കിതാബ്, അത് മാത്രം, അതിനപ്പുറത്തേക്ക് ലോകത്ത് ഒരു ഇൽമും ആർക്കും ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ വെറുതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥകളൊന്നും ഉണ്ടാവരുത് എന്ന് മാത്രം പറയുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ ശരീഅത്ത് അപാരമാണ്. നമ്മളാരും അതിനെ പിടിച്ചു കെട്ടിയിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ ശരീഅത്ത് അല്ലാഹു തആല ലിയുതിമ്മഹു, അല്ലാഹു തആല ഇത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും. നമ്മളല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് അല്ലാഹു ഇത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊക്കെയും ദീനിൻ്റെ ഖാദിമീങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പരാമർശങ്ങൾ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫിഖഹിൻ്റെ കിതാബുകളൊക്കെ എടുത്ത് നോക്കിയാൽ എത്രയാണ് ആലിമീങ്ങളുടെ അഭിപ്രായങ്ങൾ. 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ. നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ ഔഖാഫിൻ്റെ ആലിമീങ്ങളോടൊന്ന് എഴുതി ചോദിച്ചു നോക്കൂ, നായ തൊട്ടാ കഴുകണമെന്ന് ചോദിച്ചു നോക്കൂ. കഴുകണ്ട, ലൈസ ബിനജസിൻ, നജസ് പോലുമല്ല എന്ന ഫത്വ തരൂര്. അങ്ങനെ അഭിപ്രായമുണ്ട്. എന്ന് ചോദിച്ചാൽ ബാക്കിയൊക്കെ തെറ്റാണ്, ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല. നമ്മൾ ഓരോ വിഷയവും ഈ പൊതുജനങ്ങളോട് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ക്ലിപ്പാക്കി വിടാൻ ആർക്കും വലിയ പണിയൊന്നുമില്ല. അതിന് ആർക്കും ചെയ്യാം. കിതാബിൻ്റെ ഇബാറത്ത് എന്ന് പറഞ്ഞ് അതൊന്നല്ല വിഷയം. നമ്മൾ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് ഹിക്മത്തോടുകൂടെയാണ്. നമ്മൾ നമുക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുക. ഇതിനപ്പുറം നിൽക്കുന്ന നമ്മുടെ ഔട്ട്സൈഡുള്ള കമ്മ്യൂണിറ്റി, നമ്മുടെ മതേതര സമുദായങ്ങൾ വേറെ ഉണ്ട്. നമ്മുടെ ഉമ്മത്തിനോട് പറയുന്ന വിഷയങ്ങൾ ഒരു ഹിന്ദു വിശ്വാസി കേൾക്കുമ്പോൾ ഇന്നിപ്പോൾ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചാനലിൽ. നമുക്ക് കിഡ്നി ദാനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? നമുക്ക് പറ്റൂല എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വീകരിക്കാൻ പറ്റുമോ? പറ്റുന്നതാണ്. പക്ഷെ ഇതൊരു അവിശ്വാസിയായ ആൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ പരിഹാസ്യമായി തോന്നും. സ്വാഭാവികമാണ്. തരക്കേടില്ലല്ലോ, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമല്ലേ, കൊടുക്കങ്ങളെ കൊണ്ട് പറ്റില്ലല്ലേ. പക്ഷെ അത് നമ്മുടെ നിയമം അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അഹ്കാമുകൾ പറയാ എന്നല്ല, നമുക്കത് ഉണ്ടാക്കാൻ പാടില്ലല്ലോ, ഉള്ളതുപോലെ. എന്നാൽ കിഡ്നി ദാനം പറ്റുമോ, കണ്ണ് ദാനം ചെയ്യാൻ പറ്റുമോ എന്നതിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാനത് പറഞ്ഞാൽ അതിലും വലിയ ഫിത്തന ഉണ്ടാക്കും നാട്ടിൽ. ഇതിനായിട്ട് നടക്കുന്ന ഒരു കൗമുണ്ട്. കാരണം ദീനിൻ്റെ വിഷയങ്ങൾ, ഫിഖഹിൻ്റെ മസ്അലകൾ കാലാകാലങ്ങളിൽ ഉലമാ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീന് ജാമിദായി പോകില്ലേ? പുതിയ എന്തെല്ലാം വിഷയങ്ങൾ ലോകത്ത് വരുന്നുണ്ട്. അതൊന്നും പറയാൻ പറ്റൂല, ഞങ്ങളാ കേട്ടുപോകുന്നതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ദീനില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു തരം പ്രയാസം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറയാറുള്ളത്. ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. ചില സ്ട്രഗ്ലിംഗ് ഉണ്ടാവും, അതിന് പല ഒച്ചപ്പാടുകളും ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ അപാരമല്ലേ.
ആ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ കേട്ടു. സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു ചാനലിൽ വലിയ ചർച്ചയും ഒച്ചപ്പാടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വർഗീയതയാണെന്ന് പറയും. ഏതൊരു സുഹൃത്ത് നമ്മുടെ ഒരു റൂമിൽ ഇത്രയും ഒരുപാട് കൊല്ലം ഒരുമിച്ച് താമസിക്കുമ്പോൾ അവർക്ക് ഇസ്ലാം മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ടായില്ലല്ലോ എന്നൊരു ചർച്ച വരുമ്പോൾ എല്ലാവരും മതം മാറ്റാണോ എന്ന് ചോദിച്ചൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കമൻ്റൊക്കെ കണ്ടു. മാഷാ അല്ലാഹ്, അദ്ദേഹത്തിന് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞ ഹദീസൊക്കെ മുമ്പ് പറയണ്ടതിൽ അതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്ത് കൂടെ ഉണ്ട് എന്ന സുഹൃത്ത് മനസ്സിലാക്കിയാൽ വിഷയം തീരും. മുസ്ലിമായ ആള് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാനല്ല, നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ സത്യമായ പരമമായ ഒരു യാഥാർത്ഥ്യം നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ അതൊരാൾക്ക് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, മുസ്ലിമീങ്ങൾക്കുണ്ട്. ഒരു സ്വീകരിക്കാതിരിക്കട്ടെ, ഒരിങ്ങോട്ടും പറഞ്ഞു തന്നോട്ടെ, അവരവരുടെ മതം പ്രചരിപ്പിച്ചോട്ടെ. മതേതര രാജ്യം എന്ന നിലയിൽ ഭാരതത്തിന്റെ കാഴ്ചപ്പാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവനവന്റെ മതസ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിലൊന്നും ആർക്കും എന്തില്ല, ഒരു എതിർപ്പില്ല. പക്ഷെ മുസ്ലിം അവന്റെ മതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൽ അവന്റെ ബാധ്യതയാണ്. അത് മതം മാറ്റാനോ ആളെ കൂട്ടാനോ അല്ല. മുസ്ലിമീങ്ങളായുകൾ സ്വയം നന്നാവേണ്ടവരാൻ, മറ്റുള്ളവർക്ക് ഈ നന്മ എത്തിച്ചു കൊടുക്കേണ്ടവരുമാണ്. ഈ രണ്ട് ബാധ്യതകൾക്കിടയിലാണ് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത്. അപ്പം നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജീവിത നിലപാടുകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ജീവിത രീതി, ഇതൊക്കെ മറ്റുള്ള ആളുകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരൽപ്പം ഇപ്പം ഫിത്തനൻ്റെ ആളുകളാണെങ്കിൽ തന്നെയും അവർ ഓരോരോ വാദം കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അത് റാഹത്താണ്. ആ കേട്ടത്തിൽ നല്ലത് സ്വീകരിച്ചൂടെ? ഖുർആനെ സംബന്ധിച്ച് അന്നത്തെ മുശ്രിക്കീങ്ങളുടെ നിലപാട് അങ്ങനെ. ഖുർആനിൽ എന്തെങ്കിലും അവർക്ക് തിരിയാത്തത് കണ്ടാൽ അപ്പോൾ അത് വെച്ചിട്ട് അങ്ങോട്ട് കാച്ചും. മുഹമ്മദ് നബി ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയും. ആ ഖുർആനിലെ ആയിരക്കണക്കിന് അള്ളാഹുവിന്റെ ഹിദായത്തില്ലേ, അതാണ് എടുത്തൂടെ? അതെടുക്കറ്റ് ചെയ്യൂല. അപ്പൊ ആ രീതിയിൽ നമ്മൾ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട വലിയൊരു ബാധ്യതയ്ക്ക് മുമ്പിലാണ് നമ്മളുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മൾ തന്നെ ഈ കുത്തിനോവിക്കുന്ന സ്വഭാവങ്ങൾ ചെയ്യുന്നത് നമ്മുടെ അപ്പുറത്തുള്ളൊരു സമൂഹം ഇത് കാണുകയാണ്. ഞാൻ വളരെ ഒന്നുകൂടെ ആഴത്തിലിറങ്ങി പറയാണ്. ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ടൊരു സുഹൃത്ത്, അതൊരു ഹൈന്ദവ സുഹൃത്താണെന്ന് തോന്നുന്നു. അദ്ദേഹം നായ തൊട്ടാലുള്ള മസ്അലയുടെ വിഷയം വരെ പറയുന്നുണ്ട്. അത് നബി തങ്ങൾ പറഞ്ഞ ഹദീസിന് വിരുദ്ധമല്ലേ? നീ സാധുവിന് എന്തറിയാം? എങ്ങനെയാണ് ഇസ്തിംബാത്ത് ചെയ്യുന്നത്? എങ്ങനെയാണ് ഫിഖഹിന്റെ മസ്അലകൾ ഫുഖഹാ കണ്ടെത്തുന്നത്? ഈ സുഹൃത്തിന് എന്തറിയാം? അത് നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടൊരു മൂല്യരുടെ ക്ലിപ്പാണ്. കാരണം നബി തങ്ങൾ ബിത്തുറാബ് എന്ന് വ്യക്തമായി മണ്ണുകൊണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടത് അത് മണ്ണ് അല്ലാത്തതും പറ്റുമെന്ന് പറഞ്ഞാൽ നബിയുടെ മേൽ നുണ പറയലാണ്. ഈ മൂല്യർ അള്ളാഹിനോട് തൗബ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ആ മുസ്ലിയാരോട് ഞാൻ പറയാണ്, അറിയാത്ത വിഷയങ്ങൾ പറയരുത്. ശറഇന്റെ വിഷയങ്ങൾ, മസ്അലകൾ നമ്മുടെ ഏത് ഫിഖഹിന്റെ കിതാബുകൾ എടുത്തു നോക്കിയാലും ഹദീസിന്റെ പ്രത്യക്ഷമായ വാക്കുകൾ ഉണ്ടായിരിക്കെ തന്നെ അതിന്റെ അർത്ഥം വേറെയായിരിക്കും. ഇപ്പോൾ ഒരു മനുഷ്യൻ തൂങ്ങി മരിക്കുന്ന സംഭവം, ഒരാൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ ഹദീസ് വായിച്ചു നോക്കൂ. സ്വഹീഹ് മുസ്ലിമിലെയോ അല്ലെങ്കിൽ റിയാദുസ് സ്വാലിഹിൽ കാണുമല്ലോ ഹദീസുകളൊക്കെ. തൂങ്ങി മരിച്ചാൽ ആ ഹദീസ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നരകത്തിലാണെന്ന് ഉറപ്പായി തോന്നും. നരകത്തിലാണ് ആ മനുഷ്യൻ പോകുന്നത് എന്ന് തന്നെയാണ് അതിനർത്ഥം കാണുക. പക്ഷേ അതാണോ അവിടെ ആശയം? അല്ലല്ലോ. ആ മനുഷ്യന് ഈമാനുണ്ടെങ്കിൽ ആ മനുഷ്യൻ രക്ഷപ്പെടുമെന്ന് തന്നെയാണ്. പക്ഷേ ഹദീസിന്റെ പ്രത്യക്ഷമായ വാക്കുകൾ കണ്ടാൽ നരകത്തിൽ കാലാകാലം വസിക്കുന്ന ആളാണ് തൂങ്ങി മരിക്കുന്ന ആളെന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല മസ്അല. അപ്പോ വാക്കുകളുടെ അർത്ഥം നോക്കിയിട്ടല്ല എന്ത് ചെയ്യേണ്ടത്, ദീനിന്റെ നിയമം. അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് വാട്സപ്പ് ഓണാക്കിയിട്ട് മൈക്ക് ഓണാക്കിയിട്ട് അങ്ങോട്ട് വിളിച്ചു പറയാ. ദയവ് ചെയ്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കരുത്. മുസ്ലിമീങ്ങളായ ആളുകളുടെ അമലുകൾ നഷ്ടപ്പെടാനും ഒരു സമൂഹത്തിന്റെ നന്മ നഷ്ടപ്പെടാനും മാത്രമേ അത് ഉപകരിക്കുള്ളൂ. പൂർവോപരി ഇസ്ലാമിനെ കടന്നാക്രമിക്കാൻ തുടങ്ങുന്ന കാലമാണ്. കടന്നാക്രമണം, പ്രത്യേകിച്ച് ദഅവത്ത് ചെയ്യുന്ന ആളുകൾ മൊത്തത്തിൽ, ഞാൻ അടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കളായ ദഅവത്ത് ചെയ്യുന്ന എല്ലാവരും, മുനീർ ഹുദൈ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവരൊക്കെ നാട്ടിൽ പ്രഭാഷണം ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ നോട്ടപ്പുള്ളികളാണ്. അതെനിക്കറിയാം, സുഹൃത്തുക്കൾക്ക് അറിയാം. നോട്ടപ്പുള്ളികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയാണ്. കാരണം നമ്മുടെ സമുദായം, നമ്മുടെ നാട്ടിലുള്ള രഹസ്യ വിഭാഗങ്ങളൊക്കെയും ആ രീതിയിൽ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നിങ്ങൾ വാത് കേൾക്കുന്നതിലേറെ എൻ്റെ വാത് അവർ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിൽപ്പെട്ട ഒരു സീനിയർ ഓഫീസർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് പോലുമുണ്ട് ആ വിഷയം. പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്നത്. അതിനെന്ത് ചെയ്യരുത്, കൂടെയുള്ള ആളുകൾ ദുൽമ ചെയ്യരുത്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ മാത്രം മതി. മനസ്സിലാവാത്ത വിഷയം എന്താണ് അതിൻ്റെ വിശദീകരണം എന്ന് ചോദിക്കുക.
ചിന്തിക്കാം എന്നല്ലാതെ ഞങ്ങൾ കേട്ടതിനപ്പുറം ബാക്കിയൊക്കെ ലോകത്ത് തെറ്റാണ്, ഇത് എവിടുന്ന് കിട്ടിയതാണ്. എത്രയെല്ലാം ആലിമീങ്ങളുണ്ട് ലോകത്ത്. ആധുനിക ആലിം എന്ന് പറയുമ്പോഴേക്കും മദ്ഹബില്ലാത്തവർ എങ്ങനെ മനസ്സിലാക്കി? മദ്ഹബുള്ള ആലിമീങ്ങൾ, മദ്ഹബ് അംഗീകരിക്കുന്ന ആലിമീങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാ ലോകത്ത് എല്ലാ കാലത്തുമില്ല, ഇപ്പോഴുണ്ടല്ലോ. എത്ര സൂക്ഷ്മതയുള്ള ആലിമീങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന 4 ആൾ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്ത് ആർക്കും ഒന്നും തിരിയില്ല. അങ്ങനെ ചിന്തിക്കല്ലേ. അള്ളാഹുവിന്റെ ദീൻ വലുത്. അങ്ങനെ വന്നാൽ നമ്മുടെ കേരളത്തിലെ ഇട്ടാവട്ടത്തുള്ള 4 ആളുടെ ജുമുഅ മാത്രമേ അള്ളാഹ് സ്വീകരിക്കുന്നുള്ളൂ. അവരുടെ നിസ്കാരമേ അള്ളാഹ്ക്ക് വേണ്ടതുള്ളൂ. ലോകത്തുള്ള എല്ലാവരുടെ നിസ്കാരവും ബാത്തിലാന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞുകൂടാ. അതൊക്കെ സങ്കുചിതമായ ചിന്താഗതികളാണ്. 4 മദ്ഹബിന്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നവരാണ് മുസ്ലിമീങ്ങൾ. 7 പ്രാവശ്യം കഴുകണമെന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ പറയുന്ന അതേസമയം നജസ് പോലുമല്ല, കഴുകേണ്ടതില്ല എന്ന് അഭിപ്രായമുള്ള ആലിമീങ്ങളുണ്ട്, മദ്ഹബിന്റെ ഇമാമിങ്ങളുണ്ട്. ഇതൊക്കെ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയും, ഫിത്നക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ദുരാരോപണങ്ങളിൽ വഞ്ചിതരായി പോവണ്ട. മനസ്സിനുള്ളിൽ ഹിദായത്ത് വേണമെന്നും രക്ഷപ്പെടണമെന്നും പരലോകം രക്ഷപ്പെട്ട് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഫിത്ന ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണ്. അതുകൊണ്ട് ഇനിയും ഒരുപാട് വിഷയങ്ങൾ വരും. ഞാൻ പറയാണ്, ഇനിയും ഇവർ കേട്ടോട്ടെ, എന്തെങ്കിലും കേട്ട് നന്നായിക്കോട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇത് ഫിത്നയ്ക്ക് വേണ്ടി മാത്രം കേട്ട് എന്ത് ചെയ്യാണ്? പ്രചരിപ്പിക്കുകയാണ്. ഖൈറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു ക്രിസ്തീയ സഹോദരനെ എടുത്ത് കണ്ടു. ചാക്കോ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. അദ്ദേഹത്തെ കണ്ടു. അപ്പം അവിചാരിതമായൊരു കണ്ടുമുട്ടൽ ഇവിടെ അബുദാബിയിൽ വെച്ചിട്ട്, തീർത്തും അവിചാരിതം, ഒരു അറേഞ്ച്ഡ് മീറ്റിംഗ് ഒന്നുമല്ല. എന്നാലും അദ്ദേഹം അവിടെ വന്നു. പോകുമ്പോൾ നിങ്ങൾ വാദ് പറയുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ വാദ് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു, എൻ്റെ മൊബൈലുണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അമുസ്ലിമീങ്ങളായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ഈ പല്ലുകുത്തി മണക്കുമ്പോഴേ അമുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിക്കാൻ ഇടയാവും, നമ്മൾ ഈ വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ. അതുകൊണ്ട് ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീനിന്റെ മസ്ലഹത്ത് ഉദ്ദേശിച്ചിട്ട്, അള്ളാഹിന്റെ ദീനിന്റെ മസ്ലഹത്ത്, സംഘടനകളോ പാർട്ടികളോ വ്യക്തി താല്പര്യങ്ങളോ അല്ല, അള്ളാഹുവിന്റെ ദീനാണ് ഇവിടെ വലുത്. അത് വിചാരിച്ചുകൊണ്ടെങ്കിലും ഫിത്നകൾ ഉണ്ടാക്കാതെ, അത്തരം ക്ലിപ്പുകൾ ഉണ്ടാക്കാതെ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ മിണ്ടാതിരുന്നാൽ മതി. എന്നാൽ തന്നെ അള്ളാഹു നിങ്ങൾക്ക് കൂലി തരും. മിണ്ടാതിരുന്നാൽ മതി. നിങ്ങൾ തെറ്റുതിരുത്തിക്കോളൂ. അൽഹംദുലില്ലാഹ്. എത്രയോ ആലിമീങ്ങളായ ആളുകൾ ഇടപെടുമ്പോൾ, ഈ വിഷയം ചർച്ചകൾ വരുമ്പോൾ ഒരുപാട് ആഴത്തിൽ ഈ വിഷയം പഠിക്കാൻ അത് സഹായകമാകുന്നുണ്ട്. അത് വലിയ ഖൈറാണ്. റഹിമല്ലാഹു റഅൻ അഹദാ ഇലയ്യ ഉയൂബി. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ തെറ്റ് ചെയ്യൂല, തെറ്റുപറ്റൂല എന്നല്ല, തെറ്റുപറ്റും, എമ്പാടും പറ്റും. മനുഷ്യർക്ക് മുഴുവനും തെറ്റുപറ്റും. പക്ഷേ ഞങ്ങൾ അറിയാത്തതും ഞാൻ കേൾക്കാത്തതും ഞാൻ ഇതുവരെ കണ്ടു പരിചയമില്ലാത്തതും അത് മുഴുവൻ തെറ്റാണ്. അങ്ങനെ പറയല്ലേ. അങ്ങനെയാണെങ്കിൽ ലോകത്തെ എല്ലാ കിതാബുകളും ഓതിയിട്ട് അത് പറയാൻ പാടുള്ളൂ. ഞാൻ ഓതിയ കിതാബിലില്ലാന്നേ മിനിമം പറയാവൂ. അല്ലെങ്കിൽ നമ്മുടെ മദ്ഹബിലെ ഇമാമിയങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം, അങ്ങനെ പറയാം. ഞാൻ കണ്ടിടത്തോളം അങ്ങനെയാണ് എന്നല്ലാതെ ലോകത്ത് ഇതില്ല എന്ന് പറയണമെങ്കിൽ അൽ അഹത്തു ബിഇൽമിൽ കുല്ലി, ലോകത്തെ എല്ലാ ഇൽമും നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പോ ഇതുപോലെയുള്ള ഫിത്നകൾ ഈ ദീനിനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന കാലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാഅ അലൈക്കുമുൽ ഉമം കമാ തദാഅൽ അക്ലതു ഇലാ ഖസ്അതിഹാ. വിശന്നു വരുന്ന ആളുകൾ ചോറിലേക്ക്, പാത്രത്തിലേക്ക് കൈനീട്ടുന്ന പോലെ നിങ്ങൾക്കെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ കൈനീട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മുതമസ്സികു ബിദീനിഹി കൽ ഖാബിദ് അലൽ ജംർ. അല്ലേ, ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾ തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെ ആയിരിക്കുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. അവിടേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരെ, ഡോക്ടർമാരെ കാണുന്നൊരു വിഷയം പറഞ്ഞപ്പോൾ അത് വലിയ ചർച്ചയായിരുന്നു. അമുസ്ലിമീങ്ങളായ ഡോക്ടർമാർ വരെ വലിയ വലിയ കമന്റൊക്കെ എഴുതിയതിന്. പക്ഷേ മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളോട്, മുസ്ലിം ഉമ്മത്തിലെ പെണ്ണുങ്ങളോട്, മുസ്ലിം ഉമ്മത്തിന്റെ ദാഴികളായ ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ നമ്മുടെ ഖൗമിനോട് പറയുന്ന വിഷയമാണത്. അതിനർത്ഥം ഹിന്ദു ഡോക്ടർമാരൊന്നിനും പറ്റാത്തവരാണെന്നാണോ? അല്ലല്ലോ. അവരൊക്കെ ചെയ്യുന്ന സേവനം വലുതല്ലേ. പക്ഷെ ഒരു മുസ്ലിമച്ചായ പെണ്ണ്, അവളുടെ നിയർ ബൈ, അവൾക്ക് തൊട്ടടുത്ത സമീപസ്ഥമായ ചെന്ന് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മുസ്ലിമച്ചായ മുഅ്മിനത്തായ ഡോക്ടർ ഉണ്ടെങ്കിൽ അവളുടെ ഔറത്ത് കാണിച്ചു കൊടുക്കേണ്ട ഒരു വിഷയമാണിത്. ഔറത്ത് കാണുന്ന വിഷയങ്ങളാണ് പല ചികിത്സകളും. അതിന് ചാരിത്രശുദ്ധിയുള്ള ഒരു പെണ്ണ് ശ്രദ്ധിക്കേണ്ടത് മുസ്ലിമത്തായ വിശ്വസ്തയായ ഒരു മുസ്ലിമത്തായ ഡോക്ടറെയാണ്. ഇത് നമ്മൾ നമ്മുടെ ഉമ്മത്തിനോട് പറഞ്ഞാൽ പുറത്തെ ഉമ്മത്തുള്ള ആളുകൾ പ്രശ്നമാക്കും. പക്ഷെ നമ്മുടെ ഉമ്മത്തിനോട് പറയണ്ടേ? നമ്മുടെ ദീനിന്റെ മസാല അങ്ങനെയല്ലേ? അവർക്ക് വേണ്ടി എല്ലായിടത്തും പോയിക്കൊള്ളു പറയാൻ പറ്റുമോ?
ചാരിത്രശുദ്ധിയുള്ള ഒരു അമുസ്ലിമായ ഹിന്ദു സഹോദരൻ പോലും തൻ്റെ ഭാര്യയെ ആർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാനാൽ ഇഷ്ടപ്പെടുമോ? അഭിമാനമുള്ള ഒരാളെന്ന നിലയിൽ. അതുകൊണ്ട് നമ്മുടെ മസാല അങ്ങനെയാണ്, അതങ്ങനെ തന്നെ പറയേണ്ടി വരും. പിന്നെ എല്ലാം ടെലികാസ്റ്റും എല്ലാം നമ്മൾ എയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ചിലർക്ക് ആരോടിത് പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ ഇത് പറഞ്ഞു, ഏത് സമൂഹത്തോടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ വന്നാൽ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹം, വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന സമയത്ത് മുസ്ലിമീങ്ങൾ അടിപതറിപ്പോയി, തരിപ്പണമായി പോയി എന്നാണ് പല ആളുകളും അന്ന് കമന്റ് എഴുതിയത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ തകർച്ചയിലും ഈ ഉമ്മത്തിന് ഉയർച്ച നൽകിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിനെതിരെ തീവ്രവാദ ആരോപണം ഉണ്ടായതിന്റെ ശേഷമാണ്. അങ്ങനെയൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചർച്ച നടന്നോട്ടെ, അൽഹംദുലില്ലാഹ്. ആ ചർച്ചയിലൂടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നായാൽ അത് ഖൈറാണ്. ഇപ്പോൾ എയർപോർട്ടിൽ, കാലിക്കറ്റ് എയർപോർട്ടിൽ കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച അല്ല, അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നിങ്ങൾ വഅദ് പറയുന്ന ആളെന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞു. നിങ്ങൾ കേൾക്കാറുണ്ടോ? ആ, ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് TV വരാറുണ്ട്. അപ്പോൾ അവർ അവിടെ ജോലി ചെയ്യുന്ന ഹിന്ദുവാണ്. ഇവർ പറയാം, ഞങ്ങൾ എല്ലാ ദിവസവും 7 മണിക്കോ 6 മണിക്കോ സമയമൊക്കെ പറഞ്ഞു. എനിക്ക് പോലും അറിയില്ല അത് ഏത് ചാനലിൽ ആര് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ സ്ഥിരം കേൾക്കാറുണ്ട്, കണ്ടത് വലിയ സന്തോഷമായി, പരിചയപ്പെട്ടു. ഞാൻ അൽഹംദുലില്ലാഹ്, ഏതെങ്കിലും ഒരാൾ കേട്ട് നന്നാവുകയും ഈമാൻ ഉണ്ടാവുകയും ചെയ്താൽ ആ മനുഷ്യൻ്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാവില്ലേ? അതല്ലേ വലുത്. അപ്പൊ ഈ ലോകം മാത്രമാണ്, ഇതിനപ്പുറത്തേക്ക് ലോകമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് നമ്മൾ പറയുന്നതൊക്കെ അസുഖമാണ്, അവർക്കത് ഭാരമാണ്, പ്രയാസമാണ്, സഹിക്കാൻ കഴിയില്ല. നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ അന്യരുടെ കൂടെ ഓടിപ്പോകുന്നതിനെ സംബന്ധിച്ചോ, നമ്മുടെ പെൺകുട്ടികൾ വഴിവിട്ട് ജീവിക്കുന്നതിനെ കുറിച്ചോ, നമ്മുടെ ചെറുപ്പക്കാർ വഴിവിട്ട് ജീവിക്കുന്നതിനെ കുറിച്ചോ നമ്മൾ സംസാരിച്ചാൽ ഒരു മതേതര സമുദായത്തിൽ ഇത് വിഷയമാണ്. നിങ്ങൾക്കറിയുമോ, ലോക പ്രശസ്തനായ ഒരു പ്രഭാഷകനുണ്ട്, മുഫ്തി മെങ്ക്, അറിയായിരിക്കും. മുഫ്തി ഇസ്മായിൽ മെങ്ക്, സിംബാബ്വേക്കാരനാണ്. അദ്ദേഹത്തിന് ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ പോകാൻ പറ്റൂല. എന്താണെന്നറിയോ? സ്വർഗ്ഗഭോഗത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചതാണ്. ഹോമോസെക്ഷുവാലിറ്റിക്കെതിരെ അദ്ദേഹം തുറന്ന് സംസാരിച്ചപ്പോൾ ഇത് പറയുന്ന ആൾക്ക് വിസ നിഷേധിക്കണം. ചില രാജ്യങ്ങൾ, യൂറോപ്പ് രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് വിസ നിഷേധിച്ചിരിക്കും. എന്താ വിഷയം എന്നറിയോ? അവർക്ക് സ്വർഗ്ഗഭോഗം അനുവദിക്കപ്പെടണം എന്ന് ഇയാൾ പറയണം. അദ്ദേഹം ഇസ്ലാമിന്റെ നിലപാട് പറഞ്ഞു പറ്റൂല, ശക്തമായി അദ്ദേഹം എതിർത്തു. അതിന്റെ പേരിൽ അദ്ദേഹം ബാൻ ആവും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ദുആ എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ വേണം, മറ്റൊന്നും വേണ്ട. നിങ്ങൾ ദുആ ഇരുന്നാൽ മാത്രം മതി. ദീനിന്റെ ദഅവത്തോടെ നിലനിൽക്കണം. അത് ദഅവത്ത് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ചെയ്യാൻ. എനിക്കും നിങ്ങളെപ്പോലെ തന്നെ പ്രിയപ്പെട്ട ഭാര്യയും കുടുംബവും മാതാപിതാക്കളും ഒക്കെ ഉണ്ട്. ഇവർക്കിടയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിനിടയിൽ നമ്മുടെ ആളുകൾ തന്നെ ഈ പുറത്ത് കുത്താൻ തുടങ്ങി. എനിക്ക് കുത്തുക ഇഷ്ടമുള്ളൂ. കാരണം ഒരുപാട് അമൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട്. ഒരുപാട് അക്കൗണ്ട്, അൽഹംദുലില്ലാഹ്. അത് ഞാൻ തിരിച്ചു തരൂല. നിങ്ങൾ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് തരുന്നു, പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് എനിക്ക് വേണം. എന്ത് ചെയ്യണം? ആ ക്രെഡിറ്റ് എനിക്ക് ആവശ്യമാണ്. ഞാൻ ദഈഫുൽ അമൽ, എനിക്ക് അമൽ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ തരുന്ന ഈ ദാനമാണ് വലിയ അമൽ. അതുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ എന്ത് ചെയ്യണം? ഉമ്മത്തിന് നഷ്ടം വരുന്നുണ്ടോ? ഒരു വലിയ പൊതുസമൂഹത്തിനിടയിൽ നിന്നാണ് നമ്മൾ ഈ വാട്സപ്പ് ക്ലിപ്പൊക്കെ വിടുന്നത്. ഇത് അമുസ്ലിമീങ്ങളും കേൾക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളും കേൾക്കുന്നുണ്ട്, മതമില്ലാത്തവരും കേൾക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ എന്ത് ചെയ്യുക? നമ്മളത് ചെയ്യാം. അത്രേ ഉള്ളൂ. ദീനിന് ക്ഷീണം വരും. അള്ളാഹുവിൻ്റെ ദീൻ വലുതാണ്. നമ്മളെ കൊണ്ട് ദീൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് അത്തരം ക്ലിപ്പന്മാർ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ സൂക്ഷിക്കുക. അത്രേ പറയാനുള്ളൂ. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. വേറൊന്നുമില്ല. എത്രയോ നന്മകൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. ഒരുപാട് ദഅവത്ത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. അതൊന്നും തടസ്സമായി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇവർ ഏറ്റെടുക്കേണ്ടി വരും. എത്തുന്നു എന്ന് ആലോചിക്കുക, അത്രമാത്രം. അതുകൊണ്ട് എന്ത് ഉപകാരം ആർക്കുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചവരെ നടക്കുള്ളൂ. അള്ളാഹു തീരുമാനിച്ചതിനപ്പുറം അവിടെ ഒന്നും നടക്കൂല. അതുകൊണ്ട് ആരും ഒന്നിനെ തകർക്കാനോ ഉയർത്താനോ ആര് പരിശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ തീരുമാനം നടക്കുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിനെ ദഅവത്ത് ചെയ്യാനുള്ള തൗഫീഖും ഊർജവും അതിനുള്ള എല്ലാവിധ മഊനത്തും അല്ലാഹു തആല അവൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ദഅവത്ത് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ചർച്ച ഇൻഷാ അല്ലാഹ് വഴിയെ തുടരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുനീർ ഹുദവി, ഒരുപാട് നാട്ടിൽ ദഅവത്ത് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹം നിങ്ങളുമായൊരു 10 മിനിറ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് പിരിയാണ് ഇൻഷാ അല്ലാഹ്. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وبه نستعين. اللهم صل وسلم وبارك على سيدنا وحبيبنا محمد الذي كان متواصل الأحزان دائم الفكرة ليست له راحة
طويل السكت لا يتكلم في غير حاجة كلامه فصل لا فضول ولا تقصير ليس بالجافي ولا مهين يعظم النعمة وإن دقت لا يضم منها شيئا غير أنه لم يضم ذباقا ولا يمدحه ولا يغضبه الدنيا ولا ما كان لها إذا أعرض أشاح جل ضحكه التبسم يفتر عن مثل حب الغمام يتلألأ وجهه تلألؤ القمر ليلة البدر اللهم فأبلغه أن السلام اللهم فأبلغه أن السلام اللهم فأبلغه أن السلام സമാദരണീയനായ ദാറുൽ ഹുദ കുടുംബത്തിലെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനും പ്രിയപ്പെട്ട പ്രഭാഷണ മേഖലയിലെ വഴികാട്ടിയുമായ ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവി അവർകളെ, ഈ വിശിഷ്ടമായ സദസ്സിൽ വളരെ പ്രൗഢഗംഭീരമായ ഒരു അർത്ഥവത്തായ പ്രഭാഷണത്തെ കേട്ട് പ്രാർത്ഥനാപൂർവം ആത്മീയ നിർവൃതിയിൽ സായുജ്യമടഞ്ഞുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ഇവിടെ വന്ന സ്ഥിതിക്ക്, ഉസ്താദ് വിളിച്ച സ്ഥിതിക്ക് ഒന്ന് പരിചയപ്പെടുക എന്ന ഒരൊറ്റ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോഴൊക്കെയോ സ്ഥാപിച്ചു വെച്ച പരിചയത്തെ ഒന്ന് പുനഃസ്ഥാപനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഞാൻ ഇത്തരുണത്തിൽ ഇവിടെ സമാഗതനായിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മ വിജയിപ്പിക്കുമാറാകട്ടെ. ആർദ്രതയാണ് കരണീയം എന്ന് ഈ സദസ്സ് തന്നെ ത്വര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കടൽ കടന്ന് മൈലുകൾക്കപ്പുറത്തേക്ക് ഇവിടെ വന്ന് മണലാരണ്യത്തിൻ്റെ ചൂടിനോടും തീഷ്ണതയോടും പോരാട്ടം നടത്തിയിട്ടും സ്വന്തം ജന്മനാട്ടിൻ്റെ പച്ചപ്പ് കാക്കാൻ ജീവിതത്തിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെടുത്തുന്ന ഒരു കൂട്ടം ജന്മങ്ങളെ എൻ്റെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള മതപ്രഭാഷണ സദസ്സുകളെക്കാൾ പ്രബുദ്ധവും പ്രൗഢവുമായ ഒരു പ്രഭാഷണ സദസ്സ് വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നിങ്ങളാണ് വിജയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സദസ്സിനെ നിങ്ങളാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സദവറുകൾ അവസാനമായി ഇവിടെ സൂചിപ്പിച്ച വാക്കുകളിൽ ഒരുപാട് ശോകമായ ദുഃഖഭാരത്തിൻ്റെ മർമ്മരങ്ങളുണ്ട് എന്ന് നിങ്ങളുടെ മുഖഭാവം ഈ വേദിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്നെ ത്വര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് നിഷ്ഠൂരമായ ആക്രമണങ്ങൾക്കിടയിലാണ് മതപ്രബോധനത്തിൻ്റെ ദൗത്യം അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇവിടെ ഒരാൾ പുരോഗതിയിലേക്ക് കടന്നുപോയാൽ ആ ആളിലൂടെ ഒരു പുതിയ ജനറേഷൻ വെളിച്ചത്തിൻ്റെ പുതിയ കിരണങ്ങളെ ഹൃദയത്തിലേക്ക് പ്രസരണം ചെയ്തിട്ട് കടന്നു വരുമ്പോൾ ആർക്കാണ് ഗുണമുണ്ടാകുന്നത് എന്ന് വിശാല മനസ്കതയോടുകൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ മനസ്സിലാകും നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾക്കാണ്. ഒന്നുകൂടി വിശാലമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഉമ്മത്ത് മുഹമ്മദിനാണ്. ഒന്നുകൂടി വിശാലമാകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും പ്രിയപ്പെട്ടവരെ മനുഷ്യകുലത്തിനാണ്, മാനവരാശിക്കാണ്. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. We touched the moon but our neighborhood is unknown. നമ്മൾ ചന്ദ്രനെ തൊട്ടവരാണ് ഈ മനുഷ്യൻ. എന്നിട്ട് പോലും അവന്റെ അയൽപ്പക്കം അജ്ഞാതമായി തുടരുകയാണ്. സോഷ്യൽ മീഡിയക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ ഇന്ന് എൻ്റെ വീട്ടിൻ്റെ ഒരു മതിലിൻ്റെ അപ്പുറത്തുള്ള അയൽവാസിയായ സഹോദരൻ, സഹൃദയൻ 2 കിഡ്നിയും ഫെയിലറായിട്ട് കിടക്കുകയാണ് എന്ന വൃത്താന്തം തൊട്ടപ്പുറത്ത് ഒരു മതിലിൻ്റെ അപ്പുറത്തുള്ള സുഹൃത്ത്, അയൽപ്പക്കക്കാരൻ തിരിച്ചറിയുന്നത് ഈ ഗൾഫിലുള്ള അബുദാബിയിലെയും UAE റാസൽ ഖൈമയിലെയും ഷാർജയിലെയും ദുബായിലെയും ഒക്കെ നമ്മുടെ പ്രവാസലോക ജീവിതത്തിൻ്റെ വിഷമങ്ങൾക്കിടയിൽ നാടിൻ്റെ പച്ചപ്പ് കാണുന്ന ഒരു പ്രവാസി വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫോർവേഡ് ചെയ്തു കൊടുത്ത ഒരു SMS, ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് ഓർമ്മയായി തൻ്റെ അയൽവാസി മുന്നോട്ട് വന്നത്. അങ്ങനെ മലപ്പുറം ജില്ലയിലും കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലൊക്കെ ജീവിത ചക്ര
ചക്രത്തെ തിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെയാണ് we touch the moon but our neighborhood is unknown. നമ്മുടെ അയൽപക്കം ഇപ്പോഴും അജ്ഞാതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർദ്രത അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് പശിമ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാണേണ്ട കണ്ണുകൾ കാണേണ്ട കാഴ്ചകളെ കാണാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവശ്യ വിഭാഗത്തിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കാൻ നമുക്ക് എവിടെ നിന്നൊക്കെയോ ശക്തി ഉണ്ടാകേണ്ടതുണ്ട്. ആലംബം ആവശ്യപ്പെടുന്ന ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. റോമാ സാമ്രാജ്യത്തിലെ താത്വികനായ തത്വചിന്തകനായ അനക്സഗോറസ് എന്ന് പറയുന്ന പണ്ഡിതനെ കാണാൻ, അദ്ദേഹത്തിന്റെ വയോവൃദ്ധനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിന്റെ പാരവശ്യത്തിൽ ഏകാന്ത പതികനായി ഒറ്റക്ക് തൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ അനക്സഗോറസ് എന്ന തത്വചിന്തകനായ പണ്ഡിതനെ കാണാൻ അന്നത്തെ രാജാവായ പെരിക്ലിയസ് തൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പെരിക്ലിയസ് ചോദിച്ചു, പ്രിയപ്പെട്ട അനക്സഗോറസ്, ഞാൻ അങ്ങയുടെ റോമ സാമ്രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അധിപനാണ്, രാജാവാണ്. എൻ്റെ രാജ്യസിംഹാസനത്തിൻ്റെ പൊതു ഖജനാവിൽ നിന്ന് എന്ത് സഹായമാണ് ജീവിതത്തിൻ്റെ ഈ അസ്തമയം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അനക്സഗോറസ് പെരിക്ലിയസ് രാജാവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട പെരിക്ലിയസ്, അണയാൻ പോകുന്ന വിളക്കിലേക്ക് ആരാണ് എണ്ണയൊഴിക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഹഖീഖത്ത് ചുപ്പ് നഹി സക്തി ബിനാ വട്കി ഉസൂലോൻ സേ ഖുശ്ബു ആ നഹി സക്തി കാഗസ് കി ഫൂലോം സേ. കാഗസ്, കടലാസ് കൊണ്ട് നമ്മുടെ കയ്യിൻ്റെ കരവിരുതുകളിലൂടെ, കടലാസിലൂടെ നമ്മൾ കയ്യിനെ ചലിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വർണ്ണാഭമായ സഫേദ് ഫൂൽ മിൽതാ ഹേ. അങ്ങനെ ഒരുപാട് പുഷ്പങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. പക്ഷേ ഖുശ്ബു ആ നഹി സക്തി കാഗസ് കി ഫൂലോം സേ, കടലാസ് നിർമ്മിതമായ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിലൂടെ നിങ്ങൾക്കൊരിക്കലും സൗരഭ്യം നുണയുക അസാധ്യമാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ആർദ്രതയുടെ പാശം പിടിക്കാനാണ് നമ്മുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എനിക്കും നിങ്ങൾക്കും ശക്തി പകരേണ്ടത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, വിനയത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥനാപൂർവം ഞാൻ ഈ സദസ്സിൻ്റെ മുൻപിൽ ത്വര്യപ്പെടുത്തുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടാകണം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവിടെ ഊന്നിപ്പറഞ്ഞ വിഷയത്തിൽ പ്രത്യേകിച്ചും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ഭാഗത്ത് സ്ക്രീനിങ്ങും സെൻസറിങ്ങും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി, കണ്ണൂരിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ വിനീതനായ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ജോലി ചെയ്യുന്ന വളാഞ്ചേരി ജുമാ മസ്ജിദിൽ വന്ന് 1 മണിക്കൂറോളം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു, സിംസാറുൽ ഹക്ക് ഹുദവി അവർകളെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി എനിക്ക് കിട്ടേണ്ടതുണ്ട്. നമ്പറെല്ലാം സംഘടിപ്പിച്ചു കൊടുത്തു. ഉസ്താദ് വെള്ളിയാഴ്ച കണ്ണൂരിൽ വന്ന ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ സൈബർ സെല്ലിൻ്റെ അവരുടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടെ തന്നെ 1 മണിക്കൂർ നേരം സംസാരിച്ചു. അന്ന് കഴിഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മറുവിഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ ഒന്നുമല്ല എന്ന് അദ്ദേഹവുമായി 1 മണിക്കൂർ സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും ഒരു സെക്യുലർ കൺസെപ്റ്റുള്ള രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം എന്നെ ബോധ്യപ്പെടുത്തി. ഞാൻ ഉസ്താദിനോട് പോലും ആ കാര്യം പറഞ്ഞിട്ടില്ല. ഉസ്താദ് അവർകൾ അതു സംബന്ധിയായൊരു സൂചന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ മധ്യേ ഇവിടെ ആനുഷംഗികമായി നടത്തിയപ്പോൾ ഞാൻ അതിനെ അടിവരയിടുക മാത്രമാണ് ചെയ്തത്. ഒരു ഭാഗത്ത് അങ്ങനെ ഒരു ക്രൂഷ്യൽ അറ്റ്മോസ്ഫിയർ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പുറത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഒരുപാട് മാരണപ്രയോഗങ്ങൾക്ക് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം മാരണത്തിന് വിധേയനായിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷിയാണ്. ലബീദ് ബിനുൽ അഴ്സം എന്ന് പറയുന്ന മദീനയിലെ ഉന്നതനായ സാഹിറിന്റെ അടുക്കലേക്ക് മുശ്രിക്കീങ്ങൾ കടന്നു
കൊണ്ടുപോയിട്ട് പരിശുദ്ധ റസൂലിനെ കിടത്താൻ ഒരുമ്പെടുകയാണ്. ആയിഷ ബീവിയുടെ കട്ടിലിൽ കിടക്കുന്ന നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണീക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടപ്പോ എന്തേ പരിശുദ്ധ ഭർത്താവെ അങ്ങേക്ക് സംഭവിച്ചത് എന്ന് വളരെ വിഷമത്തോടുകൂടെ പ്രിയതമയായ സഹധർമ്മിണി ചോദിക്കുമ്പോ മറുപടി പോലും പറയാൻ സാധിക്കാതെ പരിശുദ്ധ റസൂൽ ക്ഷീണപരവശനായത് ചരിത്രത്തിന്റെ വൃത്താന്തമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, റസൂലെ ലബീദ് സിഹർ ചെയ്തതാണ്. അങ്ങനെയാണ് അള്ളാന്റെ റസൂലിന്റെ രൂപം മഴുകിൽ പടക്കപ്പെട്ട രൂപത്തിന്റെ മുകളിൽ 11 ആണി അടിച്ച് ആ ആണിയുടെ മുകളിൽ 11 കെട്ട് കെട്ടി ബിഅ്റുൽ ഇർവാൻ എന്ന് പറയുന്ന കിണറ്റിൽ കൊണ്ടുപോയി ഇത് ഉപേക്ഷിക്കുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ആ കിണറ്റിലെ വെള്ളം വറ്റിക്കണം. വെള്ളം വറ്റിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങള് ദൽവെടുത്തിട്ട് ഇതിങ്ങനെ മുക്കി ഒഴിക്കുന്ന സമയത്ത് ആ കിണറ്റിലുള്ള വെള്ളമെല്ലാം മൈലാഞ്ചി കലക്കി പാർന്ന പോലെ കടുത്ത ചെമപ്പായിട്ടുണ്ട്. ആ പരിസരത്തുണ്ടായിരുന്ന ഈത്തപ്പനയുടെ തൂമ്പ് സഹീഹുൽ ബുഖാരിയിൽ കാണാം, ആ പരിസര പ്രദേശത്തിലെ ഈത്തപ്പന യോലകരുടെ തൂമ്പ് അത് പിശാച് തന്റെ മുടിക്കെട്ടിനെ കാർക്കൂന്തലിനെ ജടകുത്തിയിട്ട് ഇട്ടഴിച്ച പോലെയുണ്ട്. ആകെ അതിൻ്റെ ഉന്മേഷം നഷ്ടപ്പെട്ട് തൂങ്ങിക്കിടക്കുകയാണ്. അവസാനം ആ മെഴുകിന്റെ രൂപം പുറത്തെടുത്തപ്പം മുകളിൽ കണ്ടത് 11 ആണി. ആ 11 ആണിയുടെ മുകളിലും 11 കെട്ട്. ഈ പശ്ചാത്തലത്തിലാണ് മുഅവ്വിദത്തൈൻ ഒന്നിച്ച് ഇറങ്ങുന്നത്. കാവലിനെ തേടാനുള്ള 2 സിദ്ധൌഷധങ്ങൾ ഒറ്റയടിക്ക് ഖുർആൻ ഇറക്കി കൊടുത്തത്. അൽ ബഖറയെ പറ്റി ഉസ്താദ് അവർകൾ പറയുകയുണ്ടായി, ഒരു വ്യാഴവട്ടക്കാലം എടുത്തിട്ടാണ് ആ അധ്യായത്തെ പൂർത്തീകരിക്കാൻ സർവനാഥൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ശ്രമം നടത്തിയതെങ്കിൽ അറ്റ് എ ടൈം ഒറ്റ സമയത്ത് മുഅവ്വിദത്തൈനിനെ ഇറക്കി കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വഹി ഇറക്കി കൊടുക്കുന്നു. ഖുൽ, അങ്ങ് പറയുക പരിശുദ്ധ റസൂലേ, ആയിഷ ബീവിയുടെ കട്ടിലിൽ ക്ഷീണിതനായി കിടക്കുന്ന അങ്ങ് മൊഴിയുക, അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രപഞ്ചാണ്ട കടാകത്തിന്റെ സൃഷ്ടാവിനോട് ഞാൻ കാവലിനെ തേടുകയാണ്. ഈ ഒന്നാമത്തെ സൂക്തം ഉച്ചരിച്ചതോടുകൂടെ ഒരു ആണി പൊങ്ങി, അതിന്റെ മുകളിലുള്ള ഒരു കെട്ട് പൊട്ടി. ലബീദ് ഇബ്നുൽ അഅ്സം തന്റെ പെൺമക്കളെ സഹായത്തിന് വിളിച്ചിട്ടാണ് മാരണത്തിനുള്ള മന്ത്രോച്ചാരണം നടത്തിയിട്ട് ഊതാൻ പറയുന്നത്. വമിൻ ശർറിൻ നഫാസാതി ഫിൽ ഉഖദ്, ഈ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങന്മാരിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുകയാണ്. ആ പരാമർശം പോലും അല്ലാഹു അതിൽ നടത്തുകയാണ്. അതുകൊണ്ട് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇങ്ങനെ കിടന്നിട്ട് നബിയെ ഉണർത്താനും ഉയർത്താനും ഉന്മേഷവാനാക്കാനും അല്ലാഹു കൊടുത്ത സിദ്ധൌഷധം നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിലേക്ക് ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ കാണിച്ച് തന്നതിന്റെ ചേതോവികാരം ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് സുതരാം സുവ്യക്തമാവുകയാണ്. അല്ലാഹു നമ്മളെ എല്ലാം, പ്രത്യേകിച്ച് ഉസ്താദ് അവറുകൾ ഒരുപാട് വിമർശനങ്ങൾ വെറുതെ അനാവശ്യമായി ഒരു വാക്കിന്റെ പിമ്പലം എടുത്തിട്ട് അതിനെ ഇതളുകളും ശകലങ്ങളുമാക്കി സോഷ്യൽ മീഡിയയിലൂടെ മിസ്കൺസെപ്ഷന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു, ഇത് കുറെ കാലങ്ങളായി തുടങ്ങി. പക്ഷേ ആരായാലും മാനസികമായൊരു തളർച്ച വന്നാൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ഊർജ്ജസ്വലതയെ അത് ബാധിക്കും. നമ്മൾ മനസ്സിനെയാണ് തളർത്തുന്നത്. അതൊരു സമുദായം എന്ന രീതിയിൽ എല്ലാവരും തിരിച്ചറിയണം. നമ്മളൊക്കെ പരിചയപ്പെട്ടയിടത്ത് മുഖ്യധാരാ വിഭാഗം കേരളത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണെങ്കിലും ഞാൻ പറയുന്നു, നവോത്ഥാനവാദികൾ എന്നും പുത്തൻവാദക്കാർ എന്നും ഒക്കെ നമ്മളും അവർ സ്വയമായിട്ടും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരുപാട് ഈ സുന്നത്ത് ജമാഅത്തിന്റെ വൃത്തത്തിന്റെ ഔട്ട്സൈഡിൽ പ്ലാറ്റ്ഫോമിന്റെ പുറത്ത് നിന്നിട്ട് ഇസ്ലാമിന്റെ വ്യൂവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഈ ആളുകൾ 100 നാവ് കൊണ്ടാണ് നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇവരൊക്കെ ഇതിന്റെ സ്ഥിരം ശ്രോതാക്കളായിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് അവരുടെ ജീവിതത്തെ പറിച്ച് നട്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് പ്രൊപ്പഗേഷന്റെ ഏറ്റവും
ഏറ്റവും വലിയൊരു എഫക്റ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ തഅ്സീറിനെ, ഈ ദീനിൻ്റെ ദഅവത്തിൻ്റെ തഅ്സീറിനെ നശിപ്പിക്കാനാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മളിൽ ചില സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കാ അതിൻ്റെ കേട് എന്ന് സ്വമേധയാ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ സമുദായത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉസ്താദ് അവറുകൾ ഇന്ന് സലാലയിലെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് പിന്നെ ഞാൻ മഗ്രിബിനും ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ നിങ്ങളുടെ ദുആയിൽ വിനീതനായ എന്നെ ഉൾപ്പെടുത്തണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ദീനിൻ്റെ സദസ്സിനെ മാത്രം പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇവിടെ നിങ്ങളുടെ ഒരു ഹുളൂർ തീർച്ചയായും ദീനിന് വേണ്ടി, ദീനിൻ്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ്. ഇതിൽ തഹജ്ജുദ് മുടക്കാത്ത ഉമ്മമാരുണ്ട്, ളുഹ നമസ്കാരങ്ങൾ പതിവാക്കുന്ന ഉപ്പമാർ, രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ഒരു ആമീൻ, അതുകൊണ്ട് ഒരുപാട് സഹായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു ആമീൻ എന്ന പ്രാർത്ഥന ഇവിടെ പീലി വിടർത്തുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ അതിനെ ഏറ്റെടുക്കുന്നത് എന്ന് കൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ദാറുൽ ഹുദ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ ഒന്നാമത്തെ സഹസ്ഥാപനമായ താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജിൻ്റെ ആദ്യ ബാച്ചിൽ നിന്നാണ് വിനീതനായ ഞാൻ പഠനം പൂർത്തിയാക്കി ദാറുൽ ഹുദയിൽ എത്തുന്നത്. ഏതായാലും അൽഹംദുലില്ലാഹ്, ഇന്ന് ദാറുൽ ഹുദ എന്ന് പറയുന്നൊരു സംവിധാനം കേരളത്തിൻ്റെ പുറത്തേക്ക്, ഇന്ത്യയുടെ പുറത്തേക്ക് ഒരുപാട് വ്യാപനം നടത്തപ്പെടുകയുണ്ടായി. അതിൻ്റെ പിന്നിലും ഈ ഇരിക്കുന്ന നിങ്ങളുടെ പൂർണ്ണമായ പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ദുആ ഇനിയും തുടരണമെന്ന് മാത്രം നിങ്ങളോട് വിനയ പുരസരം അപേക്ഷിച്ച് ഓർമ്മപ്പെടുത്തി ഞാൻ ഉപസംഹരിക്കുന്നു. ഊസീകും ബിദ്ദുആ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ജസാക്കുമുല്ലാഹ് ഖൈർ. മുനീർ ഹുദവി അദ്ദേഹം വളരെ ചെറിയ വിസിറ്റിന് വേണ്ടി 3 ദിവസത്തെ ഒരു സന്ദർശനത്തിന് വേണ്ടി അദ്ദേഹം എത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ദഅവത്ത്, അദ്ദേഹം വളാഞ്ചേരി ടൗണിൽ അവിടെ വാഫി കോളേജല്ലേ നടക്കുന്നത്, വാഫി കോളേജ് അതിൻ്റെ പ്രധാന അധ്യക്ഷനായി അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദരിസായിട്ടും ഒഴിവുള്ള സമയത്തൊക്കെ സമയം ഉണ്ടാക്കിയിട്ടും ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. റഹ്മാൻ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, യജമാനനായ റബ്ബേ, അല്ലാമുൽ ഗുയൂബായ തമ്പുരാനെ, ഞങ്ങളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന റബ്ബേ, ഞങ്ങളുടെ ഖൽബിലേക്ക് നോക്കി ഞങ്ങളുടെ ഖൽബുടെ ശുദ്ധത കണ്ട് സന്തോഷിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ നീ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ചേർത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലെ മോശമായ ചിന്തകളും വിചാരങ്ങളും തോന്നലുകളും മാറ്റി അല്ലാഹുവേ, ഇഖ്ലാസും നിന്നോടുള്ള ഹുബ്ബും നീ നിറച്ചു തരണേ തമ്പുരാനെ. നിന്റെ നബിയോടുള്ള ഹുബ്ബ് നിറച്ചു തരണേ തമ്പുരാനെ. നിന്റെ ദീനിനോടുള്ള ഹുബ്ബ് നിറച്ചു തരണേ റബ്ബേ. അല്ലാഹുവേ, اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين سلما لأوليائك حربا لأعدائك يا الله. അല്ലാഹുവേ, ഞങ്ങളെ ഹിദായത്തിൻ്റെ അഹ്ലികാരിൽ നീ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. ഇസ്തിഖാമത്തിൻ്റെ വഴിയിലേക്ക് ചേർക്കണേ റബ്ബേ. നിന്റെ ദഅവത്ത് ചെയ്യുന്ന ആളുകളിലേക്ക് ചേർക്കണേ തമ്പുരാനെ. നിന്റെ ദീനിൻ്റെ ഖാദിമീങ്ങളിൽ ചേർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇൽമിൻ്റെ ഖാദിമീങ്ങൾ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ദീനിന് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ ഞങ്ങളെല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മാനുർ റബ്ബേ, ഞങ്ങളുടെ അപാകതകളോ തെറ്റുകളോ കുറ്റങ്ങളോ നീ പരിഹരിക്കണേ റബ്ബേ. അറിവില്ലാത്തത് പഠിപ്പിച്ചു തരണേ തമ്പുരാനെ. തെറ്റുകൾ നീ മാപ്പാക്കി തരണേ തമ്പുരാനെ. ഇൽമിൽ ബറക്കത്ത് തരണേ റബ്ബേ. അമലിന് തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനുർ റഹീമേ, ഞങ്ങളുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിൻ്റെ അസുഖങ്ങൾ ശിഫയാക്കി തരണേ തമ്പുരാനെ. അല്ലാഹു, ഈ ഉമ്മത്തിനെ നന്നാക്കണേ റബ്ബേ. ഈ ഉമ്മത്തിൻ്റെ ഉലമാഇനെ നന്നാക്കണേ തമ്പുരാനെ. ഉമ്മത്തിൻ്റെ ദുആത്തിനെ നന്നാക്കണേ തമ്പുരാനെ. റഹ്മാനുർ റഹീമേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി താ റബ്ബേ. ഞങ്ങളുടെ യുവാക്കളും യുവതികളും നന്നായി നിന്നെ ഇഷ്ടപ്പെടുന്നവരായി ജീവിക്കാനും ഈ ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കി മരണത്തിന് മുമ്പേ നന്മ ചെയ്ത് സ്വർഗം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറാനും തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, തെറ്റ് ചെയ്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും നിന്നിലേക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ റബ്ബേ. ഞങ്ങളെല്ലാവർക്കും തൗബ ചെയ്യാൻ തൗഫീഖ് തരണേ റബ്ബേ. ഞങ്ങളെല്ലാവരുടെയും തെറ്റുകൾ മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, സന്തതികൾ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാരെ, ഞങ്ങളെ
സഹായിക്കുന്നവർ, പല വിഷയങ്ങളിലും ദുആ കൊണ്ടും നല്ല വാക്കുകൊണ്ടും അള്ളാഹുവെ മനസ്സിന് ഉറപ്പ് തരുന്നവർ, ദുആയിൽ ഓർത്തുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവെ ദീനിന്റെ പേരിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവർ, അർഹമർ റഹീമേ ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ ഉസ്താദുമാർ, മശായിഖന്മാർ, ഞങ്ങൾ പഠിച്ച ദാറുൽ ഹുദ എന്ന് പറഞ്ഞ സ്ഥാപനം, അതിന്റെ സഹസ്ഥാപനങ്ങൾ, ഇതിനൊക്കെ സഹായിച്ചവർ, ദീനി സ്ഥാപനങ്ങൾ വേറെയും ഒരുപാട്, അതിൻ്റെയൊക്കെ ഖാദിമീങ്ങളും സഹകാരികളുമായ ഒരുപാട് ആളുകൾ, പ്രവാസികളായ ആളുകളാണ്. അള്ളാഹുവെ അവരെയും നാട്ടിലുള്ളവരെയും ഒക്കെ ദീനിന്റെ ഖാദിമീങ്ങൾ ചേർത്ത് അവരുടെ അമലുകളൊക്കെ കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹുവരെ ഞങ്ങളെ സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കി തരണേ അല്ലാഹ്. ശരീരത്തിന്റെ എല്ലാ അസുഖങ്ങളും ശിഫ തരണേ റബ്ബേ. ആഫിയത്തും ശിഫയും നൽകുന്നത് നീയാണ്. ഞങ്ങൾക്ക് ആഫിയത്ത് നിലർത്തി തരണേ റബ്ബേ. മാരക രോഗങ്ങളെന്ന് ഞങ്ങൾ പറയുന്നതാണ്, നിന്റെ കയ്യിൽ മാരകമെന്നില്ല അള്ളാഹു, ഞങ്ങളുടെ തോന്നലാണ്. നിനക്കെല്ലാം ശിഫയാക്കി തരാൻ കഴിയും അള്ളാഹുവെ. ഇവിടെ പറഞ്ഞ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതും അല്ലാത്തതുമായ എല്ലാ രോഗികൾക്കും നീ ശിഫാഇനെ ഈ നേരത്തെ വിധിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ദുആ കൊണ്ടൊരു ബലാ മുസീബത്ത് നീങ്ങിപ്പോകുമെങ്കിൽ ഈ മജ്ലിസിൽ, ഇൽമിന്റെ മജ്ലിസിൽ വെച്ചുള്ള ഈ ദുആ കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങളുടെ രോഗികൾക്ക് ശിഫാഇനെ വിധിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. ജ്യേഷ്ഠൻ അനുജന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ്, ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഒക്കെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ് എല്ലാ വസീയത്തുകളും എല്ലായിടത്ത് ആരൊക്കെ എന്തൊക്കെ വസീയത്ത് ചെയ്തോ എല്ലാം അറിയുന്ന റബ്ബേ. എല്ലാവർക്കും സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. ഈ ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഈ ഉമ്മത്തിനെ ഖൈറിലാക്കണേ തമ്പുരാനെ. ഈ ഉമ്മത്തിനെ സ്വലാഹിന്റെയും നന്മയുടെയും അഹ്ലുകാരാക്കണേ റബ്ബേ. ഈ ഉമ്മത്തിനെ തൗഫീഖിന്റെ അഹ്ലുകാരാക്കണേ തമ്പുരാനെ. ഈ ഉമ്മത്തിനെ റബ്ബേ അമലു സ്വാലിഹാത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അർഹമർ റഹീമായ റബ്ബേ, ഈ ഉമ്മത്തിനെ എല്ലാ ബലാ മുസീബത്തിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ എല്ലാ ശത്രുക്കളിൽ നിന്നും കാക്കണേ തമ്പുരാനെ. അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ നീ കാക്കണേ റബ്ബേ. അതിന്റെ ഉലമാഇനെ കാക്കണേ തമ്പുരാനെ. ദുആത്തിനെ കാക്കണേ തമ്പുരാനെ. ദീനി സ്ഥാപനങ്ങളെ കാക്കണേ തമ്പുരാനെ. ഈ പ്രസ്ഥാനത്തെ ഇസ്ലാമിക് സെന്ററിനെ കാക്കണേ റബ്ബേ. ഇവിടുത്തെ ദീനി സംരംഭങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, കടബാധ്യതകളാൽ വിഷമിക്കുന്ന ആളുകളാ റബ്ബേ ഞങ്ങൾ ബഹുഭൂരിപക്ഷം ആളുകളും. ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വളരെ പെട്ടെന്ന് പ്രയാസമില്ലാത്ത വഴിക്ക് നീ വീട്ടിത്തരണേ റബ്ബേ. വലിയ വലിയ സംഖ്യകൾ കടമായി വന്നത് എങ്ങനെയാ റബ്ബേ വീട്ടുക എന്ന വലിയ വിഷമത്തിൽ കഴിയുന്നവരുണ്ട്. യാ അല്ലാഹ്, اللهم أغننا بحلالك عن حرامك وبطاعتك عن معصيتك بفضلك عمن سواك. അല്ലാഹു കടം വിടാൻ വേണ്ടി പറഞ്ഞ ഒരു ദുആയാണല്ലോ റബ്ബേ ഞങ്ങൾ ചൊല്ലിയിരിക്കുന്നത്. ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടുകാരായ കടബാധ്യതയുള്ളവർ ദുആരക്കാൻ വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു നീ കടം വിടാനുള്ള വഴി എളുപ്പമാക്കണേ റബ്ബേ. കടം വിടാൻ വേണ്ടി നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമത്തുൽ ബഹ്രി നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ദുആ കൂടെ ഞങ്ങൾ ചൊല്ലുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ വനഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വനഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്റിർ റിജാൽ. അല്ലാഹുവേ കടബാധ്യതകളാൽ പ്രയാസപ്പെടുന്നവരാ റബ്ബേ. കച്ചവടം നഷ്ടമായവരുണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത് പൈസ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ കടബാധ്യതകൾ തിരിച്ചേൽപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. നഷ്ടമായത് തിരിച്ചേൽപ്പിക്കണേ തമ്പുരാനെ. കിട്ടാനുള്ള ഹക്ക് കയ്യിലേക്ക് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. വീട് പണി തുടങ്ങാൻ പോകുന്നവർക്ക് എളുപ്പമാക്കണേ റബ്ബേ. തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. പൂർത്തിയാവർക്ക് അതിൽ ബറക്കത്തിനെ കൊടുക്കണേ തമ്പുരാനെ. പലിശ ഇടപാടുകളുമായൊന്നും ബന്ധപ്പെടാതെ ഹലാലിലൂടെ ഞങ്ങൾക്ക് വിഷയങ്ങൾക്ക് പരിഹാരം നൽകണേ റബ്ബേ. റഹ്മർ റഹീമായ റഹ്മാനായ റബ്ബേ, മക്കളില്ലാതെ കാത്തിരിക്കുന്ന, വിഷമിക്കുന്ന, കൊതിയോടുകൂടെ ഒരു കുഞ്ഞിനെ നീ തരുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട്. കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. 12 വർഷമായി കുഞ്ഞില്ലാതെ ഇപ്പോൾ ഗർഭിണിയാണെന്ന് പറഞ്ഞ സഹോദരിക്ക് അല്ലാഹു സുഖപ്രസവം നൽകണേ തമ്പുരാനെ. അല്ലാഹു അതുപോലുള്ള സന്തോഷ വാർത്ത ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ, അവർക്കൊക്കെ നീ കൊടുക്കണേ റഹ്മാനെ. കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. ഖുർറത്തു ഐനായ സ്വാലിഹീങ്ങളായ മക്കളെ തരണേ റബ്ബേ. ഞങ്ങളുടെ മക്കൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളുണ്ട്, അവരൊക്കെ ഒരു ചീത്ത കൂട്ടുകെട്ടിലും പെടാതെ നീ കാക്കണേ റബ്ബേ. റഹ്മർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, റഹ്മർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും സ്വഭാവവും വിജ്ഞാനവും അധ്യാപകരോടുള്ള ബഹുമാനവും റഹ്മർ റഹീമേ നല്ല സ്വഭാവശുദ്ധിയും ഈമാനും തഖ്വയും നൽകി, കൺകുളിർമ നൽകി, മരിക്കുന്ന നേരത്ത് തൊട്ടരികത്ത് വന്ന് നിൽക്കാനും ഖബറിന്റെ അരികത്ത് വന്ന് ദുആ ചെയ്യാനും ഒക്കെ കഴിയുന്ന മക്കളാക്കി തരണേ റഹ്മാനെ. റഹ്മർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മക്കളിൽ ആലിമീങ്ങളെയും ഹാഫിളീങ്ങളെയും നൽകണേ റഹ്മാനെ. ദീനിന്റെ ഉലമാഇനെ തരണേ റബ്ബേ. അല്ലാഹുവേ വിവാഹപ്രായമെത്തിയ സഹോദരിമാർക്കും വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സഹോദരന്മാർക്ക് യോജിച്ച ഇണകളെ നീ കൊടുക്കണേ റബ്ബേ. റഹ്മർ റഹീമായ റബ്ബേ, വിവാഹ കഴിഞ്ഞ
ആളുകളുടെ കുടുംബത്തിലൊക്കെ സന്തോഷം നൽകണേ റബ്ബേ. വിവാഹമോചനത്തിലേക്കോ തൊലാഖിലേക്കോ ചെറിയ ചെറിയ വിഷയങ്ങൾ വലുതാക്കി കൊണ്ടുവന്ന അനാവശ്യമായ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി കുടുംബങ്ങൾ തമ്മിൽ തെറ്റുന്ന അവസ്ഥകളുണ്ട് റബ്ബേ. അള്ളാഹുവെ നീ പരിഹാരം നൽകണേ റബ്ബേ. അള്ളാഹുവെ യോജിപ്പിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. വിഘടിച്ചു പോവാതെ തെറ്റിപ്പിരിയാതെ ഒരുമയിലും ഇണക്കത്തിലുമാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് ദുന്യവിയായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒരുപാട് പറയാനുണ്ട് റബ്ബേ. അതിലേറെയൊക്കെ വലുത് ഞങ്ങളുടെ ആഖിറമാണ്. ഞങ്ങൾക്ക് മരിക്കുമ്പോഴും ജീവിക്കുമ്പോഴും ഈമാൻ നിലനിർത്തി തരണേ തമ്പുരാനെ. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ മുത്തനബിയുടെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. സൽക്കർമ്മം ചെയ്ത് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങൾക്കും ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ സംഘാടകരും ഖാദിമീങ്ങളുമായ ഒരുപാട് ആളുകൾ ഇവിടെ ഈ നാട്ടിലൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ അതിന് തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഖബർ ദുന്യാവിലെ വീടിനേക്കാളും ഖൈറായ സന്തോഷമുള്ള വീടാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മഹ്ശറയിലേക്കുള്ള യാത്ര പേടിയില്ലാത്ത യാത്രയാക്കി തരണേ റബ്ബേ. ഹിസാബില്ലാതെ നീ കൊണ്ടുപോകുന്ന 70,000-ലും ഓരോന്നിലും ഒരു 70,000-മായി സലാസ ഹസയാത്തിൻ നിന്റെ 3 പിടി ആളുകളെ നീ കൊണ്ടുപോകുന്നുണ്ടല്ലോ ഹിസാബില്ലാതെ. അതിലേതെങ്കിലും പെടുത്തി ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹു നിന്റെ ലിഖാഇന് കാരണമാകുന്ന ജന്നത്തുൽ ഫിർദൗസിന്റെ ഇല്ലിയീനിലേക്ക് വാജിൽ അഫീഹിലേക്ക് ഒരുമിച്ച് കൂടാനും നിന്നെ കാണാനുമുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഹബീബിന്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂട്ടിത്തരണേ തമ്പുരാനെ. അംബിയാഇന്റെ കൂടെ ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ. ഭാര്യ മക്കൾ സന്തതികൾ കൂട്ടുകുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ. മാതാപിതാക്കൾ ഉസ്താദുമാരോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഇസ്ലാമിക് സെന്ററിന്റെ ഈ ക്ലാസ്സിന് വരാറുണ്ടായിരുന്നവർ, ഇപ്പൊ നാട്ടിൽ പോയവർ, സ്ഥിരം വരുന്നവർ, ഇപ്പൊ വന്നിരിക്കുന്നവർ, അള്ളാഹു ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് വെച്ച് പരിചയപ്പെടാനും കൂടെ ഇരിക്കാനുമുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിനൊക്കെ ഈ ഇരുത്തവും വരവും ഇവിടെ നിന്ന് കേൾക്കുന്നതും പഠിക്കുന്നതും പറയുന്നതും ഒക്കെ നിമിത്തമാക്കണേ റബ്ബേ. ബിജാഹി സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.